ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ചതിക്കുഴിയാണ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പ് ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ എടുക്കുന്ന സ്റ്റോക്കിന്റെ പേര് പോലും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് ഈ ലാർജ് ക്യാപ്പിന്റെ താഴോട്ട് നിഫ്റ്റി സെക്ടർ ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകളുടെ താഴോട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് എത്ര വർഷത്തേക്കും കറക്ഷനിലേക്ക് പോകുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചാർട്ടുകളെ കുറിച്ച് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത് അത് നിങ്ങളാരും നമ്മുടെ അടുത്ത് പഠിക്കണമെന്നല്ല. പൊതുവേ നമുക്ക് ട്രേഡറാണ് നമ്മൾ 90% ആളുകളും. അപ്പോൾ 90% ആളുകളും ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ടെക്നിക്കൽ അറിവെന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂട്യൂബിലൂടെ. അപ്പോൾ ചാർട്ടുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് നോക്കാൻ അയക്കുന്ന ചാർട്ടുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്റ്റോക്കുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്നാമത് എന്താണ്? IEX, ഓക്കെ, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ രാജേഷ് എക്സ്പോർട്സ്. അതുപോലെ ഒരുപാട് എനിക്ക് പേര് പോലും അറിയില്ല, ഞാൻ അതിലൊന്നും ട്രേഡ് ചെയ്യാറില്ല. എങ്കിൽ കൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കറക്ഷന്റെ ചതിക്കുഴികൾ. കാരണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ യൂട്യൂബിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നിങ്ങൾ സജഷനിലൂടെ ആയിരുന്നു മുമ്പ്. ഇനി അത് നടക്കില്ല. മുമ്പ് നമ്മൾ പല പല ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കും. അപ്പൊ അതിൽ തന്നെ ഈ ട്രേഡ് പർപ്പസിൽ ഇത് ഒന്നുകിൽ റിസൾട്ട് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ കൊണ്ടോ നിങ്ങൾ സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചാർട്ട് എഡ്യൂക്കേഷൻ ഇല്ലാതെ സ്റ്റോക്ക് ബൈ ചെയ്തുള്ള കുഴപ്പം എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് വർഷ ക്യാൻഡിലാണ്. ഓക്കെ, വർഷ ക്യാൻഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഈ ഒരുപാട് സുഹൃത്തുക്കൾ ഈ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പെട്ടിട്ടുണ്ടാവാം. സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് പഠിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെല്ലാം ഇൻഫർമേഷൻ പോലെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഇതുപോലുള്ള ഏതൊരു സ്റ്റോക്കായാലും ശരി, അതിന്റെ ചാർട്ടുകൾ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബൈ ചെയ്ത് അങ്ങനെ അറിയാതെ ബൈ ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? പിന്നീട് നമ്മൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായി പോകും. അപ്പൊ തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറയുന്നത്, സ്പെഷ്യലി നമ്മൾ 90% ട്രേഡേഴ്സ് ആണ്, മസ്റ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളതാണ് ചാർട്ടിനെ കുറിച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ ഇപ്പൊ കാണുന്നത് എന്താണ്? ഈ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് 2021 മുതൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? പ്രൈസ് വൈസ് കറക്ഷൻ വന്നു. അതിനുശേഷം വീണ്ടും താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 2021 ഡിസംബർ മുതൽ 2020, ഇതിപ്പോ ഏതാണ്, 2025 ഫെബ്രുവരി വരെ. ഓക്കെ, 2021 ഡിസംബർ, ഏകദേശം 2022 കൂട്ടാം. നമുക്ക് ഏകദേശം 3 വർഷത്തേക്ക്. അപ്പോൾ എത്രയോ ഒരുപാട് സുഹൃത്തുക്കൾ മേ ബി അറിയാതെ പോയിട്ട് ഇവിടെ ഒക്കെ ബൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ടാവും. കാരണം ഈ സ്റ്റോക്കൊക്കെ നമുക്ക് അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഒരുപാട്. ഈ സ്റ്റോക്ക് എന്താണ് ഇങ്ങനെ, ഈ സ്റ്റോക്ക് എന്താണ് ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ കറക്ഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് വർഷ ക്യാൻഡിൽ ഉപകാരപ്പെടും. വർഷ ക്യാൻഡിൽ എന്താണ് ആദ്യം നമ്മൾ നോക്കുക എന്ന് പറയുന്നത്? സ്റ്റോക്ക് നല്ല രീതിയിലുള്ള കറക്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. താഴോട്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ബൈ ചെയ്യാതിരിക്കുക. ട്രേഡ് പർപ്പസിൽ, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുക? SIP ആയിട്ട് ഇത് ഒരുപക്ഷെ ഇതിൽ സ്പ്ലിറ്റോ ബോണസോ ന്യൂസുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ആണെങ്കിൽ മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സ്പ്ലിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം കിടക്കുന്നു. ഞാൻ നേരത്തെ IRCTCന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ വർഷങ്ങളോളം കറക്ഷന് പോകുന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. 4 വർഷത്തോളമായിട്ട് കറക്ഷനിലാണ്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഏകദേശം ഈ 200 300 ബൈ ചെയ്ത, അല്ലെങ്കിൽ 300 അതിന്റെ താഴോട്ടൊക്കെ ബൈ ചെയ്ത ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ടുണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് പൊസിഷൻ ഒരിക്കലും എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ കുടുങ്ങിപ്പോയി. നമ്മൾ ട്രേഡ് പർപ്പസിലാണ് ഇത് ബൈ ചെയ്തെങ്കിൽ ഇത് താഴോട്ട് താഴോട്ട് വരുമ്പോൾ നമ്മൾ നാളെ കയറും, മറ്റന്നാൾ കയറും, അതിന്റെ പിറ്റേന്ന് കയറും, അതിന്റെ പിറ്റേന്ന് കയറും എന്ന് പറഞ്ഞിട്ട് 4 വർഷം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. 4 വർഷം നമ്മുടെ ഫണ്ട് അതിൽ 1 ലക്ഷം രൂപ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോണസിന്റെ ന്യൂസ് കേട്ടിട്ടാവാം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്പ്ലിറ്റിന്റെ ന്യൂസ് കേട്ടിട്ടുണ്ടാവാം നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിസൾട്ട് വന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവുക. അതായത് ടെക്നിക്കൽ ചെയ്യുന്ന ആളുകളോടല്ല, ടെക്നിക്കൽ അറിയാതെ ട്രേഡ് ചെയ്തുകൊണ്ട് ട്രാപ്പിൽ ഈ കറക്ഷൻ എന്ന് പറയുന്ന ചുഴിയിലകപ്പെടുന്ന ആളുകൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ചാർട്ടുകൾ ആനലൈസ് ചെയ്തുകൊണ്ട് മാത്രം സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിൽ നമ്മൾ ഒന്നാമത് പഠിച്ചെന്താണ്? ഇവിടെ കാണാൻ പറ്റുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. ഇനി ഞാൻ അടുത്ത സ്റ്റോക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഫാമിലിയർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്കുകളിൽ ഇതിൽ തന്നെ ഞാൻ രണ്ടാമത് എടുക്കുന്നത്, ഇതിൽ ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ എന്നോട് ചോദിച്ച രാകേഷ് എക്സ്പോർട്ട്. ഓക്കെ, രാജേഷ് എക്സ്പോർട്ട് ഞാനിവിടെ എടുത്തപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്?
ഇത് ഒരുപാട് സുഹൃത്തുക്കൾ അതായത് ഓഹരി വിപണി ഗ്രൂപ്പ് എന്നല്ല ഒരുപാട് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. നിങ്ങളുടെ കയ്യിലുണ്ടാവാം. ഒരു പക്ഷേ അപ്പൊ നിങ്ങൾ ഇത് അറിയാതെയാണ് പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും കറക്ഷൻ എപ്പോഴും നോക്കണം. കറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇയർലി ക്യാൻഡിൽ പോയിക്കൊണ്ടാണ് കറക്ഷൻ കണ്ടുപിടിക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പേ ഇതിപ്പോ നമ്മുടെ ഏകദേശം ഫിബിനാശി ലെവലില് ഇവിടെ 28% കട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഒരുപാട് സജഷൻസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര വർഷമായിട്ട് കറക്റ്റ് ചെയ്യാണ്? 1, 2, 3, 4. ഓക്കെ, 4 വർഷമായിട്ട് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുവരെ എത്ര വർഷം ഇത് ഇവിടെ കടന്നിരുന്നു? അപ്പൊ നിങ്ങൾക്ക് മന്ത്ലി കാണിച്ചു തരാം. മന്ത്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെയൊക്കെയാണ് മേടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയാണ് നിങ്ങൾ മേടിച്ചതെങ്കിൽ നിങ്ങൾ ഇന്നിറങ്ങാം നാളെ ഇറങ്ങാം അവിടെയൊക്കെ സജഷൻസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകൾ ഇങ്ങനെ ഇങ്ങനെ അതായത് പ്രൈസ് ഇങ്ങനെ വരുന്ന കണ്ട് ഇവിടെ നിന്നൊക്കെ താഴോട്ട് അതായത് മുകളിലോട്ട് ഇനിയും പോകുന്നു കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ കോളും റെക്കമെൻഡേഷൻ ഒക്കെ തരുന്നുണ്ടാവുക. ആ തരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങി ട്രാപ്പിലായതിനു ശേഷം ഒരുപാട് ആളുകൾ ആരോടും പറയാതെ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ട്. സ്റ്റോക്കുകളിൽ അപകടമാണ്. എഫ്-എൻ-ഒ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടാണ് സ്റ്റോക്കിലും എഫ്-എൻ-ഒയിലും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മാരകമായ ഒരു എന്താ പറയാ ടൂളാണ്. അത് ഉപയോഗിക്കാതെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് സ്റ്റോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ട്രേഡിങ്ങിന് ഒരു അർത്ഥം ട്രേഡിങ്ങിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കച്ചവടം ചെയ്യണം. അപ്പൊ കച്ചവടത്തിൽ സ്റ്റോക്കുകളിൽ റിസ്ക് റിവാർഡ് ഉണ്ട് അല്ലെ? റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വാട്സാപ്പ് പബ്ലിക് ഗ്രൂപ്പിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. അതിൽ ഒരുപാട് പേരുകൾ നിങ്ങൾക്ക് മുമ്പോട്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിറ്റൊഴിവാക്കുക. കാരണം എന്താണ്? ഒരു പക്ഷേ നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവുക ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് കോൾസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇന്ന് കയറും നാളെ കയറും വെച്ചിട്ട് ഇവിടെ നിങ്ങൾ വെക്കും. അതിനുശേഷം ഇവിടെ ബൗൺസ് ചെയ്ത് ഇവിടുന്ന് വീണ്ടും താഴെ വന്നു, ഇവിടെ ബൗൺസ് ചെയ്ത് ഇവിടെ വീണ്ടും താഴെ വന്നു. ഇപ്പൊ എന്താണ് ഇത് റേഞ്ച് ബോണ്ടാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര വർഷം പോയി കിട്ടി ആ ഒരു സ്റ്റോക്ക്? ചിലപ്പോൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 7, 8 8 വർഷം. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിച്ച് കേട്ടോ. 8 വർഷം ഇത് റേഞ്ച് ബോണ്ടായിരുന്നു. ഇവിടുന്ന് എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ. എട്ടാമത്തെ വർഷമാണ് ഇത് എന്ത് തന്നത്? റേഞ്ച് ബോണ്ടിന്ന് താഴോട്ട് പോകുന്നത്. ഇപ്പൊ 8 വർഷം. ഇത് എത്രയാണ്? 9 വർഷം. ഇത് 10 വർഷം. മനസ്സിലാവുന്നുണ്ടല്ലോ. 10 വർഷം. 10 years. ഓക്കെ. ഇതാണ് രാജേഷ് എക്സ്പോർട്ടിന്റെ അവസ്ഥ. ആ ഓഹരി വിപണി ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 90-80% ആളുകൾ എന്നോട് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചാൽ പൊതുവെ കോമണിൽ അവിടെ ഇട്ടു ചോദിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ഈ രാജേഷ് എക്സ്പോർട്ട് എന്ന് പറയുന്ന സ്റ്റോക്കിൽ അതായത് സപ്പോസ് നിങ്ങൾ ഇവിടെ ഒക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഈ ടോപ്പിലാണ് ബൈ ചെയ്തതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കറക്ഷൻ എക്സിറ്റ് ആവാൻ പറ്റില്ല. മനസ്സിലാവുണ്ടല്ലോ. ഇൻ കേസ് നിങ്ങൾ ഇവിടെയാണ് ബൈ ചെയ്തെങ്കിലോ ഇവിടെ എങ്ങാനാണ് ബൈ ചെയ്തെങ്കിൽ എത്രയോ രൂപ 700 രൂപയിൽ നിന്ന് നിങ്ങൾക്കിപ്പോ എത്ര ആയനെ? 100 അതെ 500 രൂപ നഷ്ടമായേനെ. അപ്പൊ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ ഈ പൂ പറിക്കും പോലെ യൂട്യൂബ് പറയും പോലെ ഇത്ര സിമ്പിൾ ഉള്ള കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് പറയുമ്പോൾ അതൊരു ഇൻഫർമേഷൻ ആണ്. ഇതുപോലുള്ള ട്രാപ്പിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരത് പറയില്ല. അവര് പഠിക്കുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും പുതിയ സുഹൃത്തുക്കൾ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ എഡ്യൂക്കേഷൻ എസ്പെഷ്യലി നല്ല ലീഗൽ ആയിട്ടുള്ള എൻ-എസ്-സി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ഇതുപോലെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ബേസ് ഇൻഫർമേഷൻ തരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടു. ഇവിടെ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 വർഷമായിട്ട് ഈ സ്റ്റോക്ക് കറക്ഷനിലാണ്. മനസ്സിലാവുന്നല്ലോ. കറക്ഷൻ എന്ന് പറയുന്നത് റേഞ്ച് ബോണ്ട് നിന്നാലും താഴോട്ട് പോയാലും ഒക്കെ കറക്ഷൻ എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ രാജേഷ് എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരുപാട് തീരുമാനം തന്നെയായിരിക്കുന്നു. അപ്പൊ ഐ എക്സും രാജേഷ് എക്സ്പോർട്ടും ഇതൊക്കെ നമ്മുടെ ആളുകളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് ഇത് അശോക് ബിൽഡ് കോൺ. ഇതൊക്കെ നമ്മളോട് ചോദിച്ച സ്റ്റോക്കുകളാണ്. അശോക് ബിൽഡ് കോണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? 2 മാസമായിട്ട് ഇത് കറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കറക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഹൈ ഫാസ്റ്റ് കറക്ഷൻ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് മാക്സിമം നല്ല സ്റ്റോക്ക് ആണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ആ ഫിബിനാശി
ഞാൻ പറഞ്ഞില്ലേ 38, 28 ആ റേഞ്ചിൽ വന്നുകൊണ്ട് തിരിച്ചു കയറിപ്പോവും. അല്ലെങ്കിൽ പിന്നീട് എന്താണ് ഇത് ഒരിക്കലും ഇല്ല. ഇവിടെ സൈഡ് വേസ് കറക്ഷൻ വരാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇവിടെ എന്താണ് ഇവിടെ ഇപ്പോൾ പ്രൈസ് വേസ് കറക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് വേസ് കറക്ഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ന് എന്താണ് സംഭവിക്കുക ഇവിടെ? ഇവിടെ ടൈം വേസ് കറക്ഷൻ ആണ് സംഭവിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വർഷങ്ങളോളം ചിലപ്പോൾ ഇവിടെ നിന്ന് മേടിച്ച ആളാണെങ്കിൽ ഇവിടെ സൈഡ് വേസ് കറക്ഷനിൽ നിങ്ങൾ കുടുങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ സ്റ്റോക്കുകളിൽ പോയി പെടരുത്. നല്ല രീതിയിൽ ക്യാൻഡൽസുകൾ നോക്കുക. ക്യാൻഡൽസുകൾ നോക്കിക്കൊണ്ട് മാത്രം ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ മന്ത്ലി ക്യാൻഡൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് അശോക് ബിൽഡ് കോൺ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ കയ്യിലുണ്ട്. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? മന്ത്ലി ക്യാൻഡൽസ് ബെയറിഷ് ആണ്. വീക്കിലിയിൽ വന്നാലും ബെയറിഷ് ആണ്. ഡേയിലാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. ഡേ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ടൈം ഫ്രെയിം ആണ്. അപ്പോൾ എത്രയോ എത്രയോ കാലമായിട്ട് ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ മുമ്പ് പ്രൈസ് വേസ് കറക്ഷൻ കഴിഞ്ഞത് കൊണ്ട് ഇവിടെ ടൈം വേസ് കറക്ഷൻ ആവാനാണ് 100% സാധ്യത. ഓക്കെ. ഒന്ന് ഇങ്ങനെ കഴിഞ്ഞത് കൊണ്ട് രണ്ടാമത് നാലാമത്തെ കറക്ഷൻ മാക്സിമം സൈഡ് വേസ് ആയിരിക്കും. ഓക്കെ. സൈഡ് വേസ് കറക്ഷൻ ആയിരിക്കും. അപ്പൊ കറക്ഷനെ കുറിച്ച് തീർച്ചയായും പഠിക്കുക. ഇതെന്താണ് ഇത് മുത്തൂറ്റ് ഫിൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് ഇന്നാൾ ഏതോ ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബോട്ടൊക്കെ കട്ട് ചെയ്ത് ഹ്യൂജ് ഫാസ്റ്റ് ആയിട്ട് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ താഴോട്ട് പോകുമ്പോൾ തന്നെ ഇവിടൊക്കെ കൗണ്ടർ ട്രെൻഡ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. കാരണം ഇപ്പൊ രാജേഷ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ IEX എന്നൊരു പറയുന്ന സ്റ്റോക്കിൽ നമ്മൾ അറിയാതെ സജഷനിൽ പോയിട്ട് പെട്ടിട്ടുണ്ടാവുക എവിടെയാ? മുകളിലായിരിക്കും. അപ്പൊ സ്റ്റോക്കിൽ നമുക്ക് സേഫ്റ്റി ആണെന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് ക്യാഷ് ആൻഡ് ക്യാരിയിൽ മേടിച്ച് അവിടെ ഇട്ട് പോകുന്ന സുഹൃത്തുക്കളുണ്ട്. പല പല റെക്കമെൻഡേഷനിലൂടെ പല പല ഗ്രൂപ്പുകളിലൂടെ. അപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടുന്നാണ് നമ്മൾ മേടിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് താഴെ പോകുമ്പോൾ അയ്യോ ഇത് താഴെ പോയല്ലോ എല്ലാവരോടും ചോദിക്കും. നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ തിരിച്ച് വീണ്ടും കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഇത് ഇനിയും കയറി പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കയ്യിൽ വെക്കും. അപ്പൊ എന്താവും? കൂടുതൽ താഴെ പോയി. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ട്രാപ്പ് ആവുന്ന സീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ നിങ്ങൾ ബൈ ചെയ്തു. ഇവിടുന്ന് താഴെ പോയി. അപ്പൊ നിങ്ങൾ എന്റെ പൈസ എത്രക്കാ ഞാൻ മേടിച്ചത്? 267 മേടിച്ചത് അല്ലേ? അപ്പൊ 200ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും വീണ്ടും തിരിച്ചു കയറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇനി മുകളിലോട്ട് പോകുന്നുള്ളൂ അല്ലെ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ താഴെ വന്ന് വീണ്ടും മുകളിലോട്ട് കയറി ഒറ്റയടിക്ക് താഴെ വന്നു അല്ലെ? ഇവിടെ എന്താണ് ഷാർപ്പ് ഫോൾ ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏതൊരു ട്രെൻഡും എങ്ങനെയാണ് ഇങ്ങനെ കയറിയതിന് ശേഷം മാത്രമേ ഇറങ്ങുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ താഴോട്ട് വന്നതിന് ശേഷം മാത്രമേ മുകളിലോട്ട് പോവുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എവിടെയാണ് മുകളിലോട്ട് ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബോട്ടം ഈ മേലത്തെ ഈ ഏഹ്, എന്താ പറയാ പഴയ സബ് ഈ റെസിസ്റ്റൻസ് കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ ബൈ ചെയ്യാവുള്ളൂ. ഇവിടെ കട്ട് താഴെ വന്നുകൊണ്ടാണ് പോവുക. ഓക്കെ. അതുകൊണ്ടാണ് ചാർട്ടിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതേതാണ് അശോക് ബിൽഡ് കോൺ ആണ്. പിന്നെ വേറെ രാജേഷ് എക്സ്പോർട്സ് നമ്മൾ കണ്ടു. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ട്രാപ്പ് ആയത് എന്താണ്? മാഷ്ടാഗ് എന്താണ്? മസ്റ്റാഗ് ലിമിറ്റ്. ഇതൊക്കെ എനിക്കറിയില്ല. ഇത് നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തന്ന് ഞാൻ എന്റെ വാട്സാപ്പ് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അതൊന്നും അവരെങ്ങനെ എടുത്തിട്ട് അയച്ചു തരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടുന്നത്? ഇവർക്ക് ഓരോ സ്റ്റോക്കുകളിലൂടെ സജഷൻ വരുന്നതായിരിക്കും. ചിലപ്പോൾ അവർ യൂട്യൂബിലൂടെ പഠിച്ചതായിരിക്കും മാർക്കറ്റിന് ആദ്യമായിട്ട്. പഠിച്ചതിന് ശേഷം അവർക്ക് ഓരോ ഗ്രൂപ്പ് കാണുന്ന സജഷൻസ് ആയിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക. ഇനി അതുണ്ടാവില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എന്താണ്? അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനായാലും നിങ്ങളായാലും പൈസ കിട്ടുന്നുള്ള രീതിയിൽ നമ്മളെ ഉള്ള ക്യാപിറ്റൽ വെച്ച് നമ്മൾ എടുക്കും അല്ലേ? അപ്പം രാജേഷ് എക്സ്പോർട്ടിൽ നിങ്ങൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും? അത് 10,000 രൂപയായിട്ടുണ്ടാവും. അതിന് കാത്ത് കേറി 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 വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കും. അപ്പോൾ IEXലോ 4 വർഷമായിട്ട് ആ 1,00,000 രൂപ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അത് കുടുങ്ങിയാൽ തന്നെ മൈനസിലോട്ടാണ് ഉണ്ടാവുക. അതിന് തിരിച്ചു കയറി വർഷങ്ങളോളം പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ 4 വർഷം രാജേഷ് എക്സ്പോർട്ടിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും അടുത്ത വർഷം കേറും. അടുത്ത വർഷം കേറും. അടുത്ത വർഷം കേറും പറഞ്ഞിട്ട് ആ മൊത്തം നിങ്ങളുടെ പൈസ എന്തായി? താഴെ വന്ന് വൈപ്പായി അല്ലെ? ഇപ്പൊ ഇതേതാണ് ഇത് അശോക് മെഷ്ടാഗ് ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. അതിൽ തന്നെ ഞാൻ ഇത് എന്താ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ? വർഷങ്ങളായിട്ട് എന്താണ്? റേഞ്ച് ബോണ്ടിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതേതാണ് കറക്ഷൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രൈസ് വേസ് കറക്ഷൻ വരും. അതുപോലെ തന്നെ സൈഡ് വേസ് കറക്ഷൻ വരും. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്താ കാണാം? മന്ത്ലിയിൽ എടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര മാസം കറക്ഷൻ ഉണ്ട്? ഒരുപാട് മാസങ്ങളോളം ഇത് എന്താണ്? ഒരുപാട് മാസങ്ങളായിട്ട് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് പോവാണ്. ഇങ്ങനെ അതായത് നമ്മുടെ പഴയ ബോട്ടം പഴയ റെസിസ്റ്റൻസ് കട്ട് ചെയ്തില്ല. പഴയ ടോപ്പ് കട്ട് ചെയ്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ബൈ ചെയ്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് പൈസ ഇത്രയും ലോസ് ആയി. ലോസ് ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ നമ്മുടെ ക്യാപ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ള ഭയങ്കര ഡേഞ്ചർ ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഹ്യൂജ് ലോസ് ഇവിടെ സംഭവിച്ചു. ഇനി ഇൻ കേസ് ഇത് കേറിപ്പോയോ? സമാധാനമുണ്ട്. ഇത് കേറിപ്പോയി. ഇനി നമുക്ക് നമ്മളെ
പ്രോഫിറ്റ് ആയിട്ട് വിൽക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും നിൽക്കരുത് സുഹൃത്തുക്കളെ. ഇങ്ങനെ കണ്ട ഇതിപ്പോ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഇതിങ്ങനെ തിരിച്ചു കയറി വരുന്നത്. ഇതിപ്പോ മന്ത്ലി വർഷത്തിൽ ചാർട്ടിൽ നോക്കിയാലേ നമുക്ക് അതിന്റെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതേതാണ് ഇത് ഏകദേശം കണ്ടോ മസ്റ്റാഗ്. ഓക്കെ, ഇവിടെ നിങ്ങളിപ്പോ സപ്പോസ് ഈ അപ് ട്രെൻഡ് പോകുന്ന സമയത്ത് എല്ലാവരും കോൾസ് തരും. അവർക്ക് ടെക്നിക്കൽ അറിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കും അറിയില്ല, അവർക്കും അറിയില്ല. അപ്പൊ അവരങ്ങനെ തന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ കണ്ടത്. അപ്പൊ ഇവിടെ ഒരു വർഷം നിങ്ങൾ ഇത് കാത്തിരുന്നു. ഓക്കെ, രണ്ടാമത്തെ വർഷം ഇത് മുകളിലോട്ട് കയറി. അപ്പൊ നിങ്ങൾ ഇവിടെയാ ബൈ ചെയ്തെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി നിങ്ങൾ കാത്തിരുന്നു. വീണ്ടും എന്ത് സംഭവിക്കുന്നു? തിരിച്ച് താഴെ തന്നെ വരുന്നു. അപ്പൊ ഈ സ്റ്റോക്കൊക്കെ ഈ ഇത്രയും എമൗണ്ട് ഉള്ള ഈ സ്റ്റോക്കൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതെന്നോട് ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കള്. അപ്പൊ എമൗണ്ട് അല്ല ഞാൻ നോക്കുന്നത്, ഞാനിവിടെ കറക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ 1, 2, 3, 4 വർഷമായിട്ട് ഈ സ്റ്റോക്ക് റേഞ്ച് ബോണ്ട് കിടക്കുകയാണ്. മനസ്സിലാവുന്നല്ലോ. ഇനി ഇത് മുകളിലോട്ട് ഇവിടെ എത്ര വർഷം കടന്നിട്ടുണ്ട്? അത് നോക്കണം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 വർഷം ഇവിടെ കിടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. 20 വർഷം. മനസ്സിലാവുന്നില്ലേ? ഇത് 12 മാസത്തെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ ഏത് നോക്കണം? 12 മാസ ചാർട്ടാണത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശരിക്കും എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8. ഇത് ഇത് ടൈം പാസ് ചെയ്യല്ല, വളരെ സീരിയസ് ആയിട്ട് പെട്ട് കരയുന്ന സുഹൃത്തുക്കളുണ്ട്. ദയവ് ചെയ്തിട്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക. 4, 5, 5 ഇതാണ് വരിക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 ഇതാണ് 16, 17, 18, 19, 20, 21, 22, 23. 23 വർഷം അടിഭാഗത്ത് കിടന്നാണ്. 12 മാസത്തെ ചാർട്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കണം. ഇപ്പൊ 23 വർഷം റേഞ്ച് ബോണ്ട് കിടന്നാൽ ഇത്ര പോകുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? ഇവിടെ ഇപ്പൊ എത്രയല്ല ബ്രേക്ക്ഔട്ട് ആയത്? 400. 400 എത്ര എത്ര വരെ പോയിട്ടുണ്ട് ഈ സ്റ്റോക്ക്? ഒരു പക്ഷേ കണ്ടോ, അത്രയും പവർഫുൾ ആയിട്ട് ഇത് പോയിട്ടുണ്ട്. 400 ഏകദേശം 3700 വരെ. സംഭവം മാസ്റ്റേഴ്സിൽ വരുന്നതാണ്. ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ആയി. ഓക്കെ, ആയിട്ട് നിങ്ങൾ ഇവിടെ പോയിട്ടാണ് ബൈ ചെയ്തെങ്കിൽ ഇത് ഇനിയും പോകുന്നത് ധരിച്ച് ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കോൾസ് തന്നെന്ന് വെച്ചോ. ഇവിടെ ഇപ്പൊ നമ്മൾ 6 മാസത്തിലെ മന്ത്ലി എടുക്കാം. ഇവിടെയാണ് നിങ്ങൾക്ക്, ഇവിടെ സപ്പോസ് നിങ്ങൾ എത്രക്ക മേടിക്കുന്നത്? 3510. ഇത് മലയാളികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സ്റ്റോക്കുകളിൽ ഒരു പേരായത്. ഞാൻ ആ റേഞ്ച് സ്റ്റോക്ക്, റിച്ച് സ്റ്റോക്ക്, പ്രീമിയം സ്റ്റോക്ക് അല്ലാതെ ഞാൻ ട്രേഡ് ചെയ്യില്ല. കാരണം നമ്മുടെ അടുത്ത് അതിന് മാത്രമുള്ള പൈസ ഇല്ല. പക്ഷെ നമ്മുടെ ആളുകളുടെ അടുത്ത് തരുന്ന ഒരുപാട് രത്നമണി എന്താ മെറ്റൽസോ അങ്ങനെ ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ആ ലീൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ നിങ്ങൾ ഇവിടെയാണ് ബൈ ചെയ്തെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെയോ ആണ് നിങ്ങൾ ബൈ ചെയ്തെങ്കിൽ എന്താ സംഭവിക്കുക? ഇത്രയും ലോസ് ആണ്, ഹ്യൂജ് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. 3700 നിന്നും നിങ്ങൾ തിരിച്ച് എവിടെ എത്തുക? 3400 അവിടുന്ന് വീണ്ടും തിരിച്ചു കയറും. പക്ഷെ നിങ്ങളുടെ വിചാരിക്കും ഇനിയിപ്പോ എന്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങാം, കാരണം ഇത് കയറി പോകുന്നുണ്ടല്ലോ. പിന്നെ വീണ്ടും താഴോട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിങ്ങനെ വർഷങ്ങളോളം കിടന്നതിന് ശേഷമാണ് പോവുക. ഇവിടെ ഇപ്പൊ ഓൾറെഡി അടിഭാഗത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ RVNL ഞാൻ ആ ഗ്രൂപ്പിൽ ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അടിഭാഗം നോക്കണം. കാരണം എന്താ, അടിഭാഗത്താണ് നമുക്ക് കറക്ഷൻ കാണാൻ പറ്റും. ഇപ്പൊ RVNL കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടിഭാഗം, റെക്റ്റിന്റെ അടിഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാ കറക്ഷൻ? അടിഭാഗത്ത് കാണാൻ പറ്റും. അപ്പൊ റെക്റ്റ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. റെക്റ്റ് ഇപ്പൊ ഹ്യൂജ് കറക്ഷനിലാണ് ഇല്ലേ? ഇപ്പൊ എന്തിനാണ് ഇപ്പൊ നമുക്ക് വളരെ കൗണ്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആണ്. ഇത് കണ്ടോ, 1, 2, 3, 4, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 15 വർഷമാണ് റെക്റ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എത്ര വലിയ കമ്പനി ആയാലും ശരി, നമ്മളെല്ലാവരും എന്താണ്, 90% നമ്മൾ ട്രേഡേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എത്ര ഫെമിലിയർ ആയ കമ്പനി ആയാലും ശരി, എത്ര വലിയ കമ്പനി, ഇൻവെസ്റ്റ്മെന്റ് അല്ല പറയുന്നത്, നമ്മൾ ട്രേഡേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? ഇവിടെ കച്ചവടത്തിനാണ്. എന്താണ് കച്ചവടം? കച്ചവടം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ രാവിലെ 9 മണിക്ക് എല്ലാ ടൈം ഫ്രെയിം, ഇപ്പൊ ഈ 10-20 വർഷം കിടന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇത് അപ് ട്രെൻഡ് പോയത്, ഇപ്പൊ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, ഇത് ഇവിടെ കിടന്നതല്ല പറയുന്നത്. ഇതിപ്പോ കിടന്നത് എത്ര വർഷമാണ്? 15 വർഷം, മറ്റേ 20 വർഷം അല്ലെ? ഈ 15ഉം 20ഉം വർഷം കിടന്നിട്ട് ഇപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയിക്കോട്ടെ, RVNL ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ കൂടിയാണ് പോവുക. ഓക്കെ, അപ്പൊ ആ ഡേ ബേസിൽ ഏറ്റവും സേഫസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് വന്നിട്ട് അതിന്റെ ബ്രേക്ക് ഔട്ട് ക്യാനിൽ കാണുമ്പോൾ അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ബൈ ചെയ്ത് സെല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സേഫസ്റ്റ്. ഫുൾ ക്യാഷിന് മേടിക്കുക. രാവിലെ 9 മണിക്ക് ലിവറേജ് ചെയ്യാതിരിക്കുക. 9 മണിക്ക് 9:30ക്ക് ട്രെൻഡ് മനസ്സിലാവും. 9:30ക്ക് മേടിക്കുക. 10 മണിക്ക് എക്സിറ്റ് ആവുക. സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 10ഓ 12ഓ 3 മണിയായാലും കുഴപ്പമില്ല.
നമ്മുടെ ഫുൾ ടാർഗറ്റ് എടുത്തുകൊണ്ട് നമ്മൾ എക്സിറ്റ് ആവുക. അതിന് ചാർട്ട് പഠിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നിങ്ങൾ ക്യാരി ഫോർവേഡിലോട്ട് ചാർട്ടുകളെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട്, നിങ്ങൾക്ക് ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളെ സപ്പോർട്ട് കിട്ടുകയാണ്, ഇതൊന്നും ബാധകമല്ല. കാരണം ഒരിക്കലും നിങ്ങൾ ട്രാപ്പിൽ പെടില്ല. ഏതൊരാളും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ടേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ സുഹൃത്തുക്കൾ സ്റ്റോപ്പ് ലോസ് വെച്ച ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. എന്റെ പബ്ലിക് ഗ്രൂപ്പിൽ ഇപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ഹോൾഡിങ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ മേടിച്ച ആളുകൾ. ഓക്കെ, ഒത്തിരി സ്റ്റോക്കുകളിൽ. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ഹ്യൂജ് ട്രാപ്പിന്റെ കഥയാണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഫെമിലിയർ ആയാലും ശരി, ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ ഒരു വർഷമായിട്ട് ഇത് കറക്ഷനിലോട്ടാണ് വരുന്നത്. മനസ്സിലാവുന്നത്, ഒരു വർഷം 12 മാസമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടാവുക 1 ലക്ഷം, 1 രൂപയായിരിക്കും, 1 ലക്ഷം രൂപയായിരിക്കും അല്ലെ. അതൊരു സ്റ്റോക്ക് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ തീർച്ചയായും സുഹൃത്തുക്കളെ, ചാർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ യൂട്യൂബിലൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സിംപ്ലിസിറ്റി ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നുന്നില്ല. കാരണം എന്താണ്, നമ്മളിവിടെ വർഷങ്ങളോളം വിട്ട് കിടക്കുകയാണ്. ഇവിടെ ഇപ്പൊ ട്രക്കില് നിങ്ങൾ സ്വിങ്ങില് ക്യാഷ് ആൻഡ് ക്യാരിയിൽ ഇവിടുന്ന് ബൈ ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്താൽ നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവും? നമ്മൾ ഡൗൺ ട്രെൻഡ് പോകുന്നത്. ഇതൊക്കെ എന്നാലും കോപ്പിക്കാം, നമുക്ക് മുമ്പോട്ട് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്, ബാറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് അല്ലെ. ബാറ്റ ഇന്ത്യയിൽ എത്ര വർഷത്തെ കറക്ഷനായി? ഇവിടെ ഇപ്പൊ റേഞ്ച് മോഡൽ നിന്നത് തന്നെ ബാറ്റ ഇന്ത്യ. ഓക്കെ, ബാറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്, ഇവിടെയാണ് നിങ്ങൾ ബൈ ചെയ്തെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഹൈലി ഫേമസ് ആയിട്ടുള്ള മറ്റേ നമ്മുടെ എന്താ പറയുക, സാൻഡൽസിന്റെ ഒക്കെ സെക്ടർ ലീഡർ സ്റ്റോക്കാണ്. എങ്കിൽ കൂടെ അത് ഇപ്പൊ 4 വർഷമായിട്ട് കറക്ഷനിലാണ്. 4 മാസമല്ല, 4 വർഷം. മനസ്സിലാണ്ടല്ലോ. 1, 2, 3, 4, ഈ 4 വർഷമായിട്ട് ഇത് ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരു സ്റ്റോക്ക് എത്ര വരെ ട്രെൻഡ് ആവുന്നു, എത്ര വരെ പോകുന്നു, അവിടുന്ന് കറക്ഷൻ, അറ്റ്ലീസ്റ്റ് ബേസിക് ക്യാൻഡൽസിന്റെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാം. ഈ 12 വർഷത്തെ നമ്മൾ നോക്കുന്നത് എണ്ണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മാസത്തിൽ നോക്കി കഴിഞ്ഞാൽ എന്താ അറിയാം, നമുക്ക് വർഷങ്ങളായിട്ട് ഇത് താഴോട്ടാണ് വരുന്നത് അല്ലെ. മാസം നോക്കാം, വീക്കിലി നോക്കാം, അതിനുശേഷം നമുക്ക് ഡെയിലി നോക്കാം. ഓക്കെ, ഇപ്പൊ ഡെയിലി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഹ്യൂജ് ഡൗൺ ട്രെൻഡ് ആണ് കാണാൻ പറ്റുന്നത് അല്ലെ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ 5 വേവ് പൂർത്തിയായതിനു ശേഷം ഇത് കറക്ഷനിലേക്ക് വരികയാണ്. 3, 4, 5. ഓക്കെ, അതിനുശേഷമുള്ള ABC ആണ്. അപ്പൊ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ IEX എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ്, ബാറ്റ നല്ല സ്റ്റോക്കാണ്, നന്നില്ലാത്ത സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഇപ്പൊ രാജേഷ് എക്സ്പോർട്സിന്റെ കഥകൾ, അതിന്റെ ഫണ്ടമെന്റൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഏകദേശം 28ന്റെ ഒക്കെ കട്ട് ചെയ്ത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ടെക്നിക്കൽ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എവിടെയും രക്ഷപ്പെടാം. അവിടെ ഫണ്ടമെന്റൽ അതിന്റെ അകത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരിക്കലല്ല. പക്ഷെ നിങ്ങൾ രാജേഷ് എക്സ്പോർട്ടിൽ ട്രേഡ് ചെയ്യാണ്, സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ക്യാൻഡൽസ് നോക്കിക്കൊണ്ട് ബൈ സൈഡിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ മേടിച്ചാണ് വെക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഇത് അറിയാത്തതുകൊണ്ടല്ലേ സഹോദരങ്ങളെ. അത് പഠിക്കണം. പഠിക്കാതെ നമുക്ക് ട്രേഡർ ആവാൻ പറ്റില്ല. നമ്മൾ 90% ട്രേഡേഴ്സ് ആണ്. ഇനി ഇതെന്താണ്? ഇത് രത്നമണി മെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, രത്നമണി മെറ്റൽസ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, പണ്ടൊരു ഫീമെയിൽ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഡൗൺ ട്രെൻഡ് ആണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. രത്നമണി ഇതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടാവും. ഒരുപാട് ആളുകൾ തന്ന സ്റ്റോക്കുകളാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വലിയൊരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വർഷങ്ങളായിട്ട് ഇത് അപ് ട്രെൻഡ് ആയിരുന്നു. അപ്പൊ ആ അപ് ട്രെൻഡ് എന്ന് പറഞ്ഞ് എവിടത്തും വരെ പോകുന്ന അറിയാത്ത ഒരാൾ ഇത് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കോൾസ് പോലെ തന്നിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാവരും കൊടുക്കലുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളിലും ഈ ഗ്രൂപ്പുകളിലും മലയാളികൾ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ, നമുക്ക് പേര് തന്നെ അറിയില്ല അല്ലെ. ഇപ്പൊ അവിടെ ഒന്നും ഇടുകയില്ല. കാരണം എന്താണ്, ഇങ്ങനെ കണ്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സെബിയുടെ അല്ലെ. ഇപ്പൊ നമുക്ക് എത്ര മാസമായിട്ട് ഇത് ഡൗൺ ട്രെൻഡ് പോകുന്ന കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നഷ്ടത്തിൽ നമ്മൾ ബുക്ക് ഒരിക്കലും ഇല്ല. കാരണം മണി എന്ന് പറഞ്ഞാൽ നമുക്ക് മാരക ഇമോഷനാണ്. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ മൊത്തം വായ്പായാലും കുഴപ്പമില്ല, നമുക്ക് ഒരു പുസ്തകം മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, നമുക്കിത് പഠിച്ചുകൊണ്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ല. പക്ഷെ പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാലോ, നമ്മുടെ ആ മൊത്തം 1 ലക്ഷം രൂപയും പോകും. ആ അവസ്ഥയിലാണുള്ളത്. അപ്പൊ എനിക്കറിയാം 90%-ഓളം ആളുകള് ഈ ഓഹരി വിപണി ഗ്രൂപ്പിലൊക്കെ മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളാ. അന്നൊക്കെ കോൾസ് കൊടുക്കുന്നത് കൊണ്ട് അവരത് എടുക്കും. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, RVNലും മാസ്ഡോഗിലും കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ നിലവിൽ പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഇതൊക്കെ എന്ന് പറയുന്നത്, അതൊക്കെ എന്നാലും ഒരു കുറച്ച് പരിചയമെങ്കിലും ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത സ്റ്റോക്കുകളാണ്. അപ്പൊ ഓരോരുത്തർ ഈ സ്ക്രീൻഷോട്ട് അയച്ചു തന്ന് ചോദിക്കുന്ന പേരുകൾ എനിക്ക് ഓർമ്മയുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇവിടൊക്കെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കുകൾ 1, 2, 3, 4, 5, 6, 6 മാസമായിട്ട് ഇത് കറക്ഷനിലാണ്. ഇതെങ്ങനെയാണ് ഇത് കറക്ഷനിലേക്ക് പോകുന്നത് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് പോകുന്നത്? ഇത് ഇതിന്റേതായ വേവ് തിയറിയിൽ നമ്മൾ പറഞ്ഞു, ഇവിടെ വർഷങ്ങളോളം ഇത് കറക്ഷൻ എടുത്തിട്ടുണ്ട് അല്ലെ.
തീർച്ചയായിട്ടും ഈ സ്റ്റോക്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. ട്രാപ്പ് ഓഫ് കറക്ഷൻ, അതായത് നമ്മളെ ചുഴിയാണ് കറക്ഷൻ എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 മാർക്കറായോ അവിടെ? ബ്രഷ് 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8. ഇവിടുന്നാണ് നമ്മുടെ ട്രെൻഡ് തുടങ്ങുന്നത്. 8 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ട്രെൻഡ് തുടങ്ങുന്നത് അല്ലേ? ട്രെൻഡ് തുടങ്ങുന്നപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുക? അത് വേവ് തിയറി അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്യാൻഡിൽസ് നോക്കിയാലും മതി. ഓക്കെ, 8ാമത്തെ വർഷത്തിൽ പിന്നെ നമുക്ക് എന്താ കിട്ടുന്നത്? 1, 2, 3, ഇതാണ് 4, ഇത് 5. 5ന് ശേഷം എ, ബി, സി. അപ്പൊ ഇത്രയും സ്റ്റോക്ക്, ഇത്രയും കറക്ഷൻ വരും ഇത്. ആ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾ അറിയാത്ത ഒരാളാണ്, നിങ്ങൾ എവിടെയെങ്കിലും വാങ്ങിയതെങ്കിൽ, ഇപ്പൊ ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട്, നിങ്ങൾ മന്ത്ലി ക്യാൻഡിൽസ് നോക്കിക്കൊണ്ട്, ഇൻ കേസ് നിങ്ങൾ അറിയാതെ ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകും ധരിച്ച് ഇവിടെയാണ് വാങ്ങിയെങ്കിൽ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ പെട്ടിട്ടുണ്ടാവും ഇതിലിപ്പോ എത്രയാണ് വില? ഓക്കെ. ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു സ്റ്റോക്കിന് 4000 രൂപ ഉണ്ടല്ലേ. അപ്പൊ നമുക്കൊരു പുസ്തകത്തിന് 5000 രൂപയേ ഉള്ളൂ. 1000 രൂപ, 5000 രൂപ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള പുസ്തകത്തിന് 5000 രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിന്ന് രക്ഷപ്പെടാം. അപ്പൊ നിങ്ങൾ ട്രേഡർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? 90% നമ്മൾ നഷ്ടങ്ങളുടെ കഥകളാണ് കേൾക്കുന്നത്. എവിടെ? ഈ എൻഎസ്സിയിലും യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ. അതെന്തുകൊണ്ടാണ്? അവിടെ ഇതുപോലുള്ള ചാനലിലൂടെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. അത് ബേസ് ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് അവരവിടെ സ്റ്റോക്കിന്റെ കറക്ഷനെ കുറിച്ചോ, ഒരു സ്റ്റോക്ക് കറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കണമെന്നോ, ആ കറക്ഷനിലേക്ക് പോകുമ്പോൾ എങ്ങനെ രക്ഷപ്പെടണമെന്നോ, ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെയാണ് നമ്മുടെ ആളുകളെ കംപ്ലീറ്റ്, ഞാൻ കണ്ടെടുത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റി കണ്ട ആളുകളൊക്കെ എന്ന് പറയുന്നത്, ഒരു സ്റ്റോക്കിന്റെ സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാഷ് ആൻഡ് ക്യാരിയിൽ മേടിച്ച് അവിടെ വെക്കലാണ്. അത് താഴോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്ത് കൊടുക്കലാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. ഇപ്പൊ ആവറേജ് ചെയ്യാനായോ എന്ന് ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ആ ഓഹരി വിപണി ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ താഴോട്ട് പോകുമ്പോ ഇതിപ്പോ ഇത്രയും പോവും. ഓക്കെ. ആ സമയത്തൊക്കെ ഇവർ ഇവിടെ ആവറേജ് ചെയ്യും, ഇവിടെ ആവറേജ് ചെയ്യും, ഇവിടെ ആവറേജ് ചെയ്യും, ഇവിടെ ആവറേജ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ആ രാജേഷ് എക്സ്പോർട്ട് പോലുള്ള ഡെഡ്, അതായത് ഇൻ കേസ് അത് 28 എത്തിയില്ലേ, ഇനി അത് ബോട്ടം കട്ട് ചെയ്യുകയാണെങ്കിലോ അവരുടെ പൈസ മൊത്തം പോകും. ഇതാണ് അവരുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കയ്യിലുള്ള ആകെ 1 ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം ഒന്നും കൊണ്ടുവരുന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ലേബർ, അതായത് എന്നെപ്പോലുള്ള സാധാരണക്കാരായ ആളുകളില്ല. ഇനിയിപ്പോ 5 10 ലക്ഷം ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആദ്യം ഇത് പഠിക്കുകയല്ലേ വേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്റെ ഹെഡ്ജ് ഗ്രൂപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ തരാണ്. നമ്മൾ മുമ്പോട്ട് നല്ല നല്ല ഇൻഫർമേഷൻ തരും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെങ്കിലും ഒന്നുകിൽ പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ നിങ്ങളാലാവുന്ന രീതിയിലുള്ള ക്യാൻഡിൽസുകൾ പഠിച്ചു വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നല്ലോ. പിന്നെ ഒരിക്കലും നമ്മൾ ട്രാപ്പിലാവില്ലല്ലോ. ഇവിടെ ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5 5 മാസമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ് ഈ സ്റ്റോക്ക്. പൊതുവേ നമ്മുടെ ആളുകൾ, ഓക്കെ, പ്രാജ് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ആ ഒരു സ്റ്റോക്ക്. പ്രാജ് ഇൻഡസ്ട്രീസ് ആണോ? ഓക്കെ. ഇതിപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് മന്ത്ലി കറക്ഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഇത് ആസ് യൂഷ്വൽ 3 മാസത്തെ കറക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ കണ്ട സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇതിപ്പോ വേവ്സിന്റെ മുകളിൽ എത്രാമത്തെ ഇമ്പൾസും കറക്ഷനും എല്ലാ ട്രെൻഡും ഒക്കെ കഴിഞ്ഞ് ഇത് ഇവിടുന്ന് താഴോട്ട് തിരിച്ചിറങ്ങുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? താഴോട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതും അവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടും പറമ്പും ഒക്കെ പോകും. അപ്പൊ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ആളുകൾ യൂട്യൂബിലൂടെ സംസാരിക്കുക. അത് കണ്ടുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന, അതായത് ഇപ്പൊ സംസാരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുമോ? 90% ഞാൻ കണ്ട എന്റെ സർക്കിളിലുള്ള ആളുകൾ ക്യാൻഡൽസിനെ കുറിച്ചോ, ചാർട്ടിന്റെ ബിഹേവിയറിനെ കുറിച്ചോ, ചാർട്ടിന്റെ കറക്ഷനെ കുറിച്ചോ, ട്രെൻഡിനെ കുറിച്ചോ ഒരു ഐഡിയ ഇല്ലാതെ മറ്റുള്ളവരുടെ റെക്കമെൻഡേഷനിൽ നമ്മുടെ ഹെഡ്ജ് ഗ്രൂപ്പിലേക്ക് വരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ പഠിക്കാതെ അവർ ബൈ ചെയ്തുകൊണ്ട് നഷ്ടങ്ങൾ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ യുക്തിയിലൂടെ മാത്രം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് പഠിച്ച്, സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. മനസ്സിലാവുന്നല്ലോ. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഏതായാലും നമ്മൾ എടുത്തത് രത്നമണി, പ്രാജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വർഷം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വർഷങ്ങളായിട്ട് ഇത് കിടക്കുകയായിരുന്നു. റേഞ്ച് ബൗണ്ടിൽ നമ്മൾ എണ്ണുന്നില്ല. 1, 2, 3. ഓക്കെ. ഇവിടെ രണ്ടാമത്തെ വേവ് ആണ്. 1, 2, ഇവിടെ 3, ഇവിടെ കണ്ട 3 വരുന്നത് 4, അത് മന്ത്ലി പേ കാണും 5. ഓക്കെ. അപ്പൊ ഒരു വർഷമായിട്ട് ഇത് കറക്ഷൻ ആണ്. മനസ്സിലാകുന്നോ? അപ്പൊ ഇവിടൊക്കെ വർഷങ്ങളോളം കിടന്നിട്ട് ഇത് ബ്രേക്ക് ഔട്ട് പോകുമ്പോൾ ഈ വേവ്സ് ഒന്നും അറിയാത്ത ആളുകൾ വളരെ റയർ ആയിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അത് പറയുന്നത് ഞാൻ കണ്ടില്ല ഇതുവരെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ അപ്ട്രെൻഡ് പോവാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു കോൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ പോയിട്ട് ഇവിടെ ബൈ ചെയ്യും അല്ലെ. ഇവിടൊക്കെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നേരെ താഴോട്ട് പോകും. ക്ലിയർ അല്ലേ? ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ, KRN കൺസ്ട്രക്ഷൻ.
ഇതാണ് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. കെആർഎൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നമുക്കിവിടെ മന്ത്ലി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ വർഷങ്ങളോളം ഇവിടെ റേഞ്ച് കൊണ്ട് കിടന്നാണ്. തീർച്ചയായിട്ടും ഇത് 1 2 3 4 5 ഓക്കെ. അതിനുശേഷം എ വന്നു. എ വന്നതിന് ശേഷം ബി, സി. ഓക്കെ. ഇത് ഏകദേശം ഈ ഒന്നിന്റെ അടുത്ത് തന്നെ വരും. ഇവിടെ തന്നെ വരും ഇത്. ഓക്കെ. ഇതാണ് നമ്മൾ ട്രെൻഡ് പോയതിനു ശേഷം കറക്ഷൻ വന്നു. പിന്നെ വീണ്ടും നല്ല സ്റ്റോക്ക് ആണെങ്കിൽ തിരിച്ച് തിരിച്ച് കയറി കയറി പോകും. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ കെആർഎൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിപ്പോ ഏകദേശം 12 മാസത്തോളം ഒരു ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾ ബൈ ചെയ്തെങ്കിൽ ഇതൊക്കെ അവർ വെച്ച് കുത്തിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ. ഇനി എ ബി സി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 5 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇവരിത് വിൽക്കുക. ഇതൊക്കെ ചോദിച്ച സ്റ്റോക്കുകളാണ്. കറക്ഷനിലാണെന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ പോവും. ഒരിക്കലും അവർ എക്സിറ്റ് ആവാൻ നിൽക്കില്ല. കാരണം നമുക്ക് മണി എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷനാണ്. നമ്മൾ ബൈ ചെയ്ത പ്രൈസിന്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എക്സിറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, മണി ഇമോഷൻ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ റോബോട്ടിക് മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഇവിടെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു 100 രൂപയുടെ കച്ചവടം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കണക്കാക്കിയാല് ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചു, രണ്ടടിച്ചു, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ ഈ റെഡ് പോയിട്ട് നിങ്ങൾ ബൈ ചെയ്യില്ലല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ ബൈ ചെയ്യുക. ഇവിടെ നിങ്ങൾ ടാർഗറ്റിൽ എക്സിറ്റ് ആവും. അതാണ് സംഭവിക്കുക. അതേസമയത്ത് പഠിക്കാതെയാണല്ലോ അവരിത് മേടിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ 90% ആളുകൾ ഇങ്ങനത്തെ സ്റ്റോക്ക് നമുക്ക് അയച്ചു തന്ന് ചോദിക്കുന്നുണ്ടാവുക. നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ അടുത്ത് വന്ന് ചോദിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ സംഭവം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചോദിക്കാം, 2 പ്രാവശ്യം. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ സ്റ്റോക്കുകളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് ഒരു അർത്ഥവുമില്ല. ഇപ്പൊ ഐഎക്സും അല്ലെങ്കിൽ നമ്മുടെ ഏതായിരുന്നു ഒരു 12 വർഷത്തെ കറക്ഷന് പോയ ബാറ്റയിലോ ഇതുപോലുള്ള സ്റ്റോക്കുകൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തിനു കൊള്ളും? നമ്മുടെ ക്യാപിറ്റൽ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് ആസ് എ ട്രേഡർ. അത് ഡേ ബേസിലായിക്കോട്ടെ, വീക്ക്ലി ആയിക്കോട്ടെ, മന്ത്ലി ആയിക്കോട്ടെ, നമ്മളെ ഉള്ള ക്യാപിറ്റൽ ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മൾട്ടിപ്പിൾ ആക്കുക എന്നുള്ളതാണ്. 1 ലക്ഷം 10 ലക്ഷം ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പോകുന്ന വഴിക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ പോയിട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന കോഴ്സുകൾ മേടിക്കുകയല്ല. ഇതെങ്ങനെ ഇത് ട്രേഡ് ചെയ്യണം, എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ എവിടെന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ത്യൻ മെറ്റൽസ് എഞ്ചിനീയറിംഗ് ഇതും ഒരാൾ അയച്ചു തന്നൊരു സ്റ്റോക്കാണ്. ഇതും ഒരു വർഷത്തോളമായിട്ട് കറക്ഷനിലാണ് പോകുന്നത്. വേറെ ഏതായിരുന്നു? ഇതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. ബല എന്താണ്? ഓക്കെ. ബാലാജി എന്താണ്? എനിക്കിതൊന്നും അറിയില്ല സുഹൃത്തുക്കളെ. ഇതിന്റെ പേര് പോലും വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സ്റ്റോക്ക് ഒരുപാട് ആളുകളുടെ കയ്യിലുണ്ട് അല്ലെ. ഈ സ്റ്റോക്കിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിവിടെ വർഷങ്ങളായിട്ട്, അതായത് 1 2 3 4 വർഷമായിട്ട് കറക്ഷനിലാണ്. ഇതിപ്പോ അവര് ഏകദേശം ഇവിടുന്നെങ്ങാണ്ടാണ് എന്നോട് ചോദിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുന്നെങ്ങാണ്ടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ഏകദേശം വലിയ എമൗണ്ടിന്റെ സ്റ്റോക്കാണിത്. ഏകദേശം 5200 രൂപ. അങ്ങനത്തെ അതാ ഞാൻ പറയുന്നത്. നമ്മുടെ ആളുകള് ഒരു സ്റ്റോക്ക് ആരെയും മേടിക്കും. ഒരിക്കലുമില്ല. ചിലപ്പോ ഇവര് ഇവിടുന്ന് മേടിച്ചാണെങ്കിൽ ഓക്കെ. ഇവിടുന്ന് മേടിച്ചാണെങ്കിൽ കൂടെ ഇവിടെ ഇപ്പൊ എത്രയാ വരുന്നത്? 350 ഉറുപ്പികയേ ഉള്ളൂ. 350 രൂപയേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കും മേടിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ കിട്ടിയ പ്രോഫിറ്റ് മൊത്തം ഇവിടെ പോയില്ലേ? ഇവിടെ ഇപ്പൊ 5000 രൂപ എന്നുണ്ടെങ്കിൽ എവിടത്തേക്ക് എത്തി ഇപ്പോ? 1300 രൂപ എത്തി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു പ്രൈസ് വർഷങ്ങളോളം ഇവിടെ കിടന്നിട്ടുണ്ട് അല്ലെ? വർഷങ്ങളോളം ഇവിടെ കിടന്നു. ഇവിടുന്ന് എന്താണ് സംഭവിച്ചത്? ഇവിടെ 375 രൂപയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ചാർട്ടിന്റെ പ്രീമിയം ചാർട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാമല്ലോ? മാസ്റ്റർ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 375ൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ എത്ര പോയിരിക്കുന്നത്? 5200 രൂപ പോയി. 300ന്ന് 5000 എത്ര മൾട്ടിപ്ലൈ. അപ്പൊ അതിനുശേഷം ഇത് ഊരി ഊരി വരുന്ന ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ ഇവിടെ പോയിട്ടായിരിക്കും ഇത് വാങ്ങിയിട്ടുണ്ടാവും. തിരിച്ചു കയറി പോകുന്നുള്ളൂ. അതിപ്പോ മന്ത്ലി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. തിരിച്ച് അവിടെ ക്യാൻഡിൽ ഇതാണ്ടോ? ഇവിടെ ക്യാൻഡിൽ വന്നിട്ടുണ്ടാവും. ഇതാ ഞാൻ പറയുന്നത്. ഇതൊക്കെ ട്രാപ്പാണ്. ഇത് കണ്ടോ? ഇവിടെ നമുക്ക് മന്ത്ലി ഇത് തിരിച്ചു പോയിട്ട് ഇവിടെ മേടിച്ചിട്ടുണ്ടാവും. എന്താ സംഭവിക്കുക ഇവിടെ? ഇവിടെ വാങ്ങിയ ആളെ അവസ്ഥ എന്താണ്? ഇവിടെയൊക്കെ വാങ്ങിയ ആളുകളുടെ അവസ്ഥ എന്താണ്? ഇതാണ് കറക്ഷൻ. അതായത് ട്രാപ്പ്, ചുഴി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ കറക്ഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുക. ക്യാൻഡൽസുകൾ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തിനാണ് എക്സിറ്റ് ആവാം, അതുപോലെ എൻട്രി ആവാം. ഓക്കെ. എക്സിറ്റ് ആവാം, എൻട്രി ആവാം. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള എൻട്രി എവിടെയാണ് കാണിച്ചെന്ന്? ക്യാൻഡൽസുകളാണ് കാണിച്ചെന്ന്. ക്ലിയർ അല്ലേ? ഇവിടെ ബൈ ചെയ്യാൻ ക്യാൻഡൽസുകളാണ് നമുക്ക് എൻട്രി കാണിച്ചു തരിക. അതുപോലെ തന്നെ എക്സിറ്റ് ആവാനും ക്യാൻഡൽസ് ആണ് കാണിച്ചു തരിക. സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്യാൻഡൽസ് അറിയുന്ന ആളായാൽ പോലും, ടെക്നിക്കൽ അറിയുന്ന ആളായാൽ പോലും സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രമേ അവർ ട്രേഡ് ചെയ്യാറുള്ളൂ. കാരണം എന്താണ്? ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ആണ്. അപ്പോ ഈ അറിവില്ലാത്തവർക്ക് റിസ്ക്, അതായത് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് ക്യാഷ് ആൻഡ് കാരിയിൽ മേടിച്ച് അവിടെ പോകും. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത് നേരെ താഴെ പോയി. അപ്പൊ നമ്മളെ മസ്റ്റാഗ് നോക്കി. ഓക്കെ. മസ്റ്റാഗ് നോക്കി. എത്തന കെയർ ആൻഡ് കൺസ്ട്രക്ഷൻ. ഇതേതാണ്? ഇന്ത്യൻ മെറ്റൽസ്. ഓക്കെ. JSW.
ജൂപ്പിറ്റർ വാഗൻസി. ഓക്കെ. ഇത് ഒരാള് ചോദിച്ചതാണ്. ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. IEX, ജൂപ്പിറ്റർ വാഗൻസ് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ മന്ത്ലിയിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വർഷങ്ങളോളം ഇത് കിടന്നു അല്ലെ? ഇവിടെ ഇത് വർഷങ്ങളോളം കിടന്നു. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ തന്നെ വർഷങ്ങളോളം അത് കിടന്നിട്ടുണ്ട് അവിടെ. അവിടെ നിന്ന് കാണാൻ പറ്റിയത് വർഷ ക്യാനലാണ്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇത് ഇവിടെ നിന്ന് നേരെ താഴോട്ടാണ് വരുന്നത് അല്ലെ? താഴോട്ട് വന്ന് ഒരുപക്ഷെ ബോട്ടം കട്ട് ചെയ്ത് താഴെ പോവാം, ഒരുപക്ഷെ മുകളിലോട്ട് പോവാം. ഇതൊന്നും നമുക്കറിയില്ല. ഇത് പെട്ട സ്റ്റോക്കാണ്. ഇപ്പൊ കറക്ഷൻ കാണിച്ചു തരിക എന്നുള്ളതാണ്. അതിൽ ഞാൻ ചോദിച്ച സ്റ്റോക്കുകൾ എടുത്ത് ഇതിൽ തന്നെ നിങ്ങൾക്ക് 4ഉം 5ഉം 8ഉം 10ഉം 12ഉം വർഷം റേഞ്ച് മോഡൽ നിൽക്കുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ താഴെ വരുന്ന സ്റ്റോക്കുകളും ലാർജ് ക്യാപ്പിലുള്ള സ്റ്റോക്കിന്റെ കഥ അറിയോ നിങ്ങള്? അതായത് ഈ ഡിമാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് ക്യാപ്പുള്ള സ്റ്റോക്കാണ്. ഇത് ഡിമാർട്ട് അത് അപ് ട്രെൻഡ് ആയിരുന്നു. അതിന്റെ കറക്ഷൻ എടുക്കും അല്ലെ? അപ്പൊ നിങ്ങളത് പറയുന്നത് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ടാണ്. ഇവിടെ ഫണ്ടമെന്റൽ നിങ്ങൾ പോസിറ്റീവ് റിസൾട്ട് വന്ന എല്ലാ സ്റ്റോക്കുകളും ഇപ്പൊ ഈ ഒക്ടോബർ മുതൽ നിഫ്റ്റിന്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതില് ഓൾമോസ്റ്റ് സ്റ്റോക്കുകളിലും അടിപൊളി ബിസിനസ് ആണ്. സൂപ്പർ ലാഭമാണ് ക്വാർട്ടർലി അല്ലെ? എങ്കിൽ കൂടെ അവർ മുകളിലോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും പോകുന്നില്ലല്ലോ. മാർക്കറ്റ് താഴോട്ട് വരും, അവരൊക്കെ താഴോട്ട് വരും. അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ട്രേഡർ ആവണമെങ്കിൽ ടെക്നിക്കൽ വിശ്വസിച്ചുകൊണ്ട് ആ രീതി ട്രേഡ് ചെയ്തുകൊണ്ട് മാത്രമേ അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനന്ന് നിങ്ങൾക്ക് RVNൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് റിസൾട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ സ്ക്രീനറിൽ പോയി കഴിഞ്ഞാല് പോസിറ്റീവ് വന്ന റിസൾട്ട് വന്ന സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ സ്റ്റോക്കിന്റെ ഇപ്പൊ പോസിറ്റീവ് റിസൾട്ട് 2024 24 ഡിസംബർ, ഇതിപ്പോ ഫെബ്രുവരി അല്ലേ? ഓക്കെ. മാർച്ചിൽ വരും. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ. ഡിസംബറിന്റെ ഡിസംബർ 2024 പോസിറ്റീവ് റിസൾട്ട് വന്ന എല്ലാ ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ജസ്റ്റ് ലാർജ് ക്യാപ് മാത്രം നോക്കിയാൽ മതി. അത് എടുത്തു വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഒക്ടോബറിൽ നിഫ്റ്റിയുടെ കൂടെ താഴോട്ട് വന്ന് എല്ലാ സ്റ്റോക്കുകളുടെയും പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ അതവിടെ കഴിഞ്ഞു. ഏത്? ഫണ്ടമെന്റൽ ട്രേഡിംഗ് അവിടെ കഴിഞ്ഞു. ഇനിയുള്ള എന്താണ്? ടെക്നിക്കൽ ട്രേഡിംഗ് ആണ്. ടെക്നിക്കൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ചാർട്ട് റിസൾട്ട് നോക്കിയുള്ള ട്രേഡിംഗ് അവിടെ കഴിഞ്ഞു. ടെക്നിക്കൽ ട്രേഡിംഗിൽ നമുക്ക് അടിപറ്റുന്നത് ക്യാൻഡിൽസുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലാത്തതും അതുപോലെ തന്നെ കറക്ഷനിൽ പോയിട്ട് അന്ധമായിട്ട് സ്റ്റോപ്പ് ലോസ്, ക്യാൻഡൽസിനെ കുറിച്ചും വേവ്സിനെ കുറിച്ചും മാസ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമുക്ക് ബുള്ളിഷ് സൈഡ് ഉണ്ട്, അതുപോലെ ബെയറിഷ് സൈഡ് ഉണ്ട് അല്ലെ? നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിലും സെല് ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രീമിയം ക്യാൻഡൽസ്, പ്രീമിയം എഡ്യൂക്കേഷനിൽ പ്രൈസ് ആക്ഷനിൽ ബൈയിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആണ്. അത് ഏരിയ പഠിപ്പിക്കുന്നുണ്ട്. ആ ക്യാൻഡൽസിന്റെ ബോഡിയോ അല്ലെങ്കിൽ വിക്കോ ആയിരിക്കും വരിക. ഓക്കെ. അത് ക്യാൻഡൽസ് ടൈപ്പ് അനുസരിച്ചിട്ട്. അതുപോലെ ബെയറിഷ് ക്യാൻഡിൽ നമ്മൾ ഷോർട്ട് സെല് ചെയ്യുകയാണെങ്കിലോ അവിടെ ബോഡിയോ വിക്കോ വരും അല്ലെ? ഇനി വേവ്സ് ആണെങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഉണ്ട്. മാസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് ബുള്ളിഷും ബെയറിഷും പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റോപ്പ് ലോസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ എവിടെയാണ് കിട്ടുക വെച്ചാൽ അത് പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും മറ്റുള്ളവരെ ഇനി അങ്ങനെ കിട്ടില്ല. കാരണം ഈ ഓഹരി വിപണിയിലുള്ള ഗ്രൂപ്പുകളിലെ ആളുകളായിരുന്നു നമ്മളോട് മോസ്റ്റ്ലി ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ പുതിയ സുഹൃത്തുക്കളടുത്തും കുറെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ആ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട സ്റ്റോക്കുകൾ സെക്ടർ, അതായത് നിഫ്റ്റിയും മാർക്കറ്റും സെക്ടർ ഇൻഡെക്സും അപ് ട്രെൻഡ് പോകുമ്പോൾ ഇങ്ങനെ കണ്ട സ്റ്റോക്കുകൾ പോകണമെന്ന് ഒരു നിർബന്ധമില്ല സുഹൃത്തുക്കളെ. കാരണം ഇത് അതിൻ്റെതായ ഓരോ സ്റ്റോക്കിനും അതിൻ്റെതായ ബിഹേവിയർ ഉണ്ട്. അത് കറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെതായ കറക്ഷനിലോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതൊന്നും ആർക്കും, അതായത് ഇപ്പൊ ഇത് ലാർജ് ക്യാപ് സ്റ്റോക്കാണ്, ഏത് ഡിമാർട്ട് എന്ന് പറയുന്നത്. അത് അതിൻ്റെതായ കറക്ഷൻ, കാരണം അത് എടുത്ത ട്രെൻഡിന്റെ കറക്ഷൻ അത് പോകും. അത് നിഫ്റ്റി അല്ല. നിഫ്റ്റി എങ്ങോട്ട് പോയാലും ശരി, അതൊരു ട്രെൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്ഷനിലേക്ക് അത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? അത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലൂടെയാണ് പഠിക്കുന്നത്. ഫണ്ടമെന്റൽ എഡ്യൂക്കേഷനിലാണോ പ്രൈസ് മൂവ്മെന്റ് പഠിപ്പിച്ചു തരുന്നത്? പ്രൈസ് ചാർട്ട് അങ്ങോട്ട് പോകാൻ നമുക്ക് ഫണ്ടമെന്റലിലൂടെയാണ് പഠിക്കുക? ഒരിക്കലും അല്ല. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലാർജ് അങ്ങനെ ഫണ്ടമെന്റൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് 50% എനിക്ക് തോന്നുന്നു മലയാളികൾ ഫണ്ടമെന്റലിലൂടെ ട്രേഡ് ചെയ്യുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. സ്ക്രീനിൽ പോയിട്ട് ഡിസംബറിലെ ക്വാർട്ടർ റിസൾട്ട് വന്ന എല്ലാ സ്റ്റോക്കും നിഫ്റ്റിയുടെ കൂടെ താഴെ പോകുന്ന കാണാം. അപ്പൊ നിങ്ങൾക്ക് അത് വിശ്വാസമായി എന്ന് വിചാരിക്കും. ഇനി നമ്മൾ ടെക്നിക്കലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ലോസ് വെക്കാതെ ടെക്നിക്കലി പഠിക്കാതെ നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട് അല്ലെ? അപ്പൊ നമ്മളുടെ ആളുകൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് ഇത് ചോദിക്കുന്നത്, അതായത് ഇത് ചക്ക വീണ് പോലെ അത് മുകളിലോട്ട് പോകുന്നുള്ള ധാരണയിലാണ് നിങ്ങൾ മേടിക്കുന്നത്. പക്ഷെ നിങ്ങൾ മേടിക്കുന്ന മൊത്തം റെക്കമെൻഡേഷനിൽ വരുന്ന മൊത്തം എന്താണ്? മന്ത്ലി കട്ട് ചെയ്ത ചാർട്ട് ഡെഡ് സ്റ്റോക്ക് ആണ്. ഇത് ഞാൻ പറയുന്നത് നല്ല ചാർട്ടുകൾ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വർഷങ്ങളോളം വെച്ചിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകും. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്ന കറക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ്? ഇത് ലാർജ് ക്യാപ്പിന്റെ കഥയാണ് പറയുന്നത്. ഇതെന്താണ്? ലാർജ് ക്യാപ്പിൽ എന്താ സംഭവിച്ചെങ്കിൽ പല പല ന്യൂസുകളും കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിഫ്റ്റി ഡൗൺ ട്രെൻഡ് വരുന്ന സമയത്ത് മറ്റുള്ള പോസിറ്റീവ് റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ ഡൗൺ ട്രെൻഡ് ആണ് നിഫ്റ്റിയുടെ കൂടെ വന്നത്. അത് നിങ്ങൾക്ക് ഓരോ സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. ഇനിയിപ്പോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ഒരു സ്റ്റോക്കിന് 1500 നെഗറ്റീവ്സ് ഉണ്ടാവും. അതല്ല, ടെക്നിക്കൽ കംപ്ലീറ്റ്ലി വേറെയാണ്. ഫണ്ടമെന്റലായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മളെ ന്യൂസ്, റിസൾട്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ? ഫണ്ടമെന്റൽ എന്നാണ് പറയാ. ക്ലിയർ അല്ലേ?
ഇവിടെ ടെക്നിക്കൽ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു 5 ഇമ്പൾസ് പൂർത്തിയായി. മനസ്സിലാവുന്നുണ്ടോ? ഇത് 1 ഇത് 2 ഇത് 3, 4 നാലാമത്തെ എന്താ വരുന്നത്? ഇവിടെ പ്രൈസ് ബേസ് കറക്ഷൻ ആണ് വന്നത്. ഇവിടെ ടൈം ബേസ് കറക്ഷൻ വന്നു. ഇത് 5 പൂർത്തിയായി. പൂർത്തിയായി കഴിഞ്ഞാൽ എ, ബി, സി വന്നിരിക്കും. ഓക്കെ. അത് അങ്ങനെയാണ് ഒരു പ്രീമിയം ചാർട്ടുകൾ ലാർജ് ക്യാപ്പിന്റെ ചാർട്ടുകൾ പോവുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോ സോണിലൊക്കെ കണ്ടു അല്ലെ? എന്താണ് സംഭവിക്കുന്നത്? അത് നാലാമത്തെ കറക്ഷൻ എന്ന് പറയുന്നത് റേഞ്ച് ബൗണ്ട് കറക്ഷൻ ആയിരിക്കും. വർഷങ്ങളോളം നോക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇയർലി പോയി കഴിഞ്ഞാൽ 12 മന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? 12 മന്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 ഡിമാർട്ട് എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം സ്റ്റോക്കാണ്. ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് ഏകദേശം 6,000 രൂപയാണ്. അപ്പൊ എത്ര വലിയ ലാർജ് ക്യാപ് സ്റ്റോക്ക് ആയാലും ശരി, അത് റേഞ്ച് ബൗണ്ട് കിടന്നാലേ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമുള്ള ആസ് എ ട്രേഡർ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡിവിഡൻഡ് കൊടുക്കാത്ത ഒരു സൂപ്പർ കമ്പനി, ഒരു സൂപ്പർ ലാർജ് ക്യാപ്പ് ഗംഭീര കമ്പനി, അടിപൊളി കമ്പനിയാണ്. പബ്ലിക് മാർക്കറ്റിൽ നല്ല ചെലവാണ്. അതിന് ഡിവിഡൻഡ് കൊടുക്കുന്നില്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് എന്ത് കാര്യമുള്ളത്? അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ താഴോട്ട് പോകുന്ന സ്റ്റോക്ക് ബൈ ചെയ്തുകൊണ്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂച്ചർ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ അങ്ങനെ കണ്ട സ്റ്റോക്കുകളിൽ ടെക്നിക്കലി റേഞ്ച് ബൗണ്ട് കിടക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന സ്റ്റോക്കിൽ ട്രേഡേഴ്സിന് എന്ത് കാര്യമുള്ളത്? സ്വാഭാവികമായിട്ടും ട്രേഡേഴ്സിന് അതിനെ കൊണ്ടൊരു കാര്യമില്ല അല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. ഇവിടെ ഇപ്പൊ എന്താണ് കറക്ഷനിൽ 1, 2, 3, 4 അപ്പൊ നമ്മൾ വർഷം എണ്ണാൻ വേണ്ടിയിട്ടാണ് അത് നോക്കിയത്. ഇപ്പം ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിലോ നമുക്ക് തുരുതുരാ ക്യാൻഡൽസ് ആയിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും ന്യൂസുകൾ ഇതിൽ വന്നിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? 12 മാസമായിട്ട് ഇത് ഡൗൺ ട്രെൻഡ് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ന്യൂസുകൾ ഇതിലുണ്ടാവും. ആ ന്യൂസുകൾ പലതായിരിക്കും. അതൊന്നും ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാനോ അത് വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാനോ പറ്റില്ല. ക്വാർട്ടർ റിസൾട്ട് നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് നോക്കേണ്ടത്? ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രേഡർ ആവണമെങ്കിൽ നമ്മൾ 90% ആളുകളും ചോദിച്ചാൽ ട്രേഡേഴ്സ് എന്നാ പറയുക. പറയുമ്പോൾ അവർ ഇൻവെസ്റ്റേഴ്സ് എന്നാ പറയുക. അത് അവർക്ക് അറിയാണ്ട് പറയുന്നതാണ്. ട്രേഡിംഗ് ആണ് അവർ വരുന്നൊക്കെ 90% ആളുകളും ഇന്ന് ലാഭം 1 കോടി കിട്ടിയ ഇന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ വരിക. കയ്യിൽ ക്യാപിറ്റലും ഉണ്ട്. പഠിക്കാനും ചാർട്ടുകൾ നോക്കി പ്രാക്ടീസ് ചെയ്യാനും വെറുതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ബിസിനസ് പർപ്പസിൽ പറയല്ല. പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷനും പ്രാക്ടീസും ഒക്കെ നിങ്ങളെ ട്രാപ്പ് പെട്ടത് കൊണ്ടാണ് റിപ്പീറ്റഡ്ലി പറഞ്ഞത്. കാരണം ഞാൻ പോയി പെട്ടൊരു എന്താ പറയാ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഗ്രൂപ്പിൽ ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഡിമാർട്ട് എന്ന് പറയുന്ന ലാർജ് ക്യാപ്പിന്റെ സ്റ്റോക്ക് പോലും കറക്ഷൻസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഏഷ്യൻ പെയിന്റ് എന്താണ്? ഏഷ്യൻ പെയിന്റ് ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്ക് അല്ലേ? അതിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ? വർഷങ്ങളായിട്ട് കറക്ഷനിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്? ഇത് റേഞ്ച് ബൗണ്ടിൽ നിന്നതിന് ശേഷം സ്റ്റോക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. അതിന്റേതായ ട്രെൻഡ് കഴിഞ്ഞാല് അത് കറക്റ്റ് ചെയ്യും. അത് ഏതൊരു സ്റ്റോക്ക് ആയാലും. അതിനാണ് ടെക്നിക്കൽ പഠിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ നോക്കി കഴിഞ്ഞ് ഇതിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. ഡിമാർട്ടിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്ക് ഇൻഫോസിസിലും വിപ്രോയിലും ടിസിഎസിലും ഐടിസിയിലും ഐസിഐസിഐ ബാങ്കിലും എച്ച്ഡിഎഫ്സി ബാങ്കിലും ഒക്കെ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 100 സ്റ്റോക്കിൽ ചിലപ്പോൾ 3 നെഗറ്റീവ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ 100 സ്റ്റോക്കും ഈ 3ഉം ഒക്കെ താഴോട്ടായിരിക്കും നിഫ്റ്റിയുടെ കൂടെ. അതാണ് ടെക്നിക്കലിന്റെ പവർ എന്ന് പറയുന്നത്. അത് നോക്കിക്കൊണ്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയ വിഷയമാണ്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്? കറക്ഷൻ അറിയാതെ റാൻഡംലി നിങ്ങൾ ഗ്രൂപ്പുകളിൽ നിന്ന് സ്റ്റോക്ക് മേടിച്ചാൽ അല്ലെങ്കിൽ ഇത് പഠിക്കാതെ സപ്പോസ് നിങ്ങൾ ഹെഡ്ജ് ഗ്രൂപ്പ് പോലുള്ള ഗ്രൂപ്പുകളിൽ ഒരുപാട് കോൾസ് കൊടുക്കുന്ന പ്രൈവറ്റ് ആയിട്ട് ഇനിയും നടത്തപ്പെടും. കാരണം അതൊന്നും അങ്ങനല്ല. ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പോകുന്നതാണ്. അപ്പൊ അതിൽ പോലും നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫ് അയാളുടെ അടുത്ത് പഠിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ തരുന്ന ചാർട്ടുകൾ കറക്റ്റ് ആണോന്ന് സെൽഫായിട്ട് നമ്മുടെ പൈസയുടെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ ഏഷ്യൻ പെയിന്റിൽ ഇപ്പൊ ബൈക്കോൾ ആരെങ്കിലും തന്ന എന്തായിരിക്കും അവസ്ഥ? അല്ലെ ഏഷ്യൻ പെയിന്റ് സപ്പോസ് അതൊരു പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്ക് ആണ്. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റിലല്ല ട്രേഡ് പർപ്പസിൽ നിങ്ങൾ അത് മേടിച്ചു എന്ന് വെച്ചോ. ഓക്കെ. ട്രേഡ് പർപ്പസ് നിങ്ങൾ അത് മേടിച്ചിട്ടുണ്ട് എന്താണ് അവസ്ഥ? തീർച്ചയായിട്ടും അത് ഡൗൺ ട്രെൻഡ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഡൗൺ ട്രെൻഡ് പോകുന്നത്? അത് ഓൾറെഡി അപ് ട്രെൻഡ് പോയ സ്റ്റോക്കാ. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഡൗൺ ട്രെൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു സ്റ്റോക്ക് ഒരിക്കലും അത് ഹമേഷ എന്താ പറയുക ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കില്ല. അതാണ് വേവ്സ് തിയറിയിലൊക്കെ പറയപ്പെടുന്നത്. അപ്പോൾ ചെറിയ 1 മിനിറ്റ് മുതൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ് അല്ലേ? ഇത് വർഷങ്ങളായിട്ട് എന്താണ് ഇപ്പൊ ഹാൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആ വേവ്സിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഇത് മുകളിലോട്ട് ഇവിടെ ആയിരിക്കും 4 ഇവര് 5 മുകളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി എന്താണ്? ഇനി ഇത് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ കേറിയിട്ട് 100 മടങ്ങ് പോകും. നമ്മൾ നേരത്തെ പഠിച്ചു 50% ഇറങ്ങും. പിന്നെ വീണ്ടും തിരിച്ച് 100 മടങ്ങ് പോകും. അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അത്ര അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ക്യാൻഡൽസുകളും സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ക്യാൻഡൽസുകളും സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് എന്താ? ഒരിക്കലും നിങ്ങൾ റാൻഡംലി ടെക്നിക്കൽ പഠിക്കാതെ ഒരാൾ തരുന്ന കോൾസ് മേടിക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. ഇത് 2 ലാർജ് ക്യാപ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ എടുത്തു വെച്ചാണ്. ഓക്കെ. ബാറ്റയും അതുപോലെ തന്നെ
മാറ്റം നല്ല സ്റ്റോക്കാണ്. പക്ഷെ എന്താണ് നല്ല സ്റ്റോക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്ക് സ്റ്റോക്ക് നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം. ഇതുപോലുള്ള ട്രാപ്പ് പോയി പെട്ട് കഴിഞ്ഞാൽ വർഷങ്ങളോളം നിങ്ങൾ ഇതുപോലുള്ള കറക്ഷനിൽ കുടുങ്ങിപ്പോകും. ക്ലിയർ അല്ലേ? അതെ, മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന് പറയുന്നത് ഐപിഒയിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന്റെ കഥയാണ് പറയുന്നത്. ഐപിഒയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്റ്റോക്ക് താഴോട്ടാണ് വരിക. മനസ്സിലാവുന്നല്ലോ? ഇവിടെ എത്രയായിരുന്നു? 250 മേടിച്ചു. നമുക്കിവിടെ എത്രക്കാണ്? 139 വിൽക്കാൻ പറ്റും. ഇതേതായിരുന്നു? അശോക ബിൽഡിംഗ് നമ്മൾ നോക്കി, രാകേഷ് എക്സ്പോർട്സ് നോക്കി. ഓക്കെ. LIC ഏതാണ്? LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ. ഇത് എത്രയോ മാസങ്ങളായിട്ട് ഇത് കണ്ടോ, ബെയറിഷ് ക്യാൻഡിൽ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ട്രാപ്പ് ഇവിടെ ഒന്നും മാസങ്ങളൊന്നും കാത്തു നിൽക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ഡേ പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും? ഇവിടെ ബെയറിഷ് ക്യാൻഡിൽ കാണിച്ചു തരാൻ പറ്റും. മനസ്സിലാണോ? നിഫ്റ്റിയിലായാലും സ്റ്റോക്സിലായാലും ഒക്കെ ഡേ ക്യാൻഡിൽ ഇത് മൾട്ടിപ്പിൾ പ്രീമിയം ക്യാൻഡിലാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിറ്റ് ആവാൻ പറ്റും. ഇവിടെ ഗ്യാപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതിനുശേഷം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകുന്നതാണ്. ഒരിക്കലും ഇവിടെ വാങ്ങി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഒഴിവായി കളയണം. അതാണ് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നത്. സ്വിങ്ങിനായാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം അല്ലേ? GTTയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടുന്നാണ് നിങ്ങൾ ബൈ ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റെയ്ഡിൽ പോയി കഴിഞ്ഞാൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കാം. അപ്പൊ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ബൈ ചെയ്തതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി നിങ്ങൾ ട്രേഡിൽ നിന്ന് പുറത്താവും. പിന്നീട് ഈ മാരകം എന്താ പറയാ, ഈ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സേവ് ചെയ്ത് വെച്ച മണി മൊത്തം പോകില്ല. ഇവിടെ എത്ര വന്നിരിക്കുന്ന? 1240 അല്ലേ? ഇവിടെ എത്ര സംഭവിച്ചിരിക്കുന്നത്? 730. ഹ്യൂജ് ലോസാ വന്നേനെ ആയനെ അല്ലേ? അപ്പം അവിടെ തന്നെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ വേവ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇത് ഡേ ടൈം ഫ്രെയിമിലെ വേവ്സ് ആണ്. ഓരോ ടൈം ഫ്രെയിമിലും 1 മിനിറ്റ് മുതൽ 1 മാസം വരെ വേവ്സ് വർക്കാവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഫാമിലിയർ ആയി വരണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ടെക്നിക്കലിനെ കുറിച്ച് കേട്ടു. ബോറിംഗ് വിഷയമാണ്, അത് കേട്ടുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ 1, 2, 3, 4, 5 അല്ലെ? ഇനി ABC എന്ന് പറഞ്ഞിട്ട് അതിന്റെ കറക്ഷൻ എടുക്കും. കറക്ഷൻ എടുത്തതിന് ശേഷം ഇത് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകും. നല്ല സ്റ്റോക്ക് ആണെങ്കിൽ. ഓക്കെ. അല്ലെങ്കിൽ രാജേഷ് എക്സ്പോർട്ട് അല്ലെങ്കിൽ മിസ്റ്റാൻ ഫുഡ് പോലെ ഈ ബോട്ടം കട്ട് ചെയ്ത് ഡെഡ് ആവും. ഓക്കെ. LIC എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് നമുക്ക് അറിയുന്ന സ്റ്റോക്കല്ലേ, ഇത് ഇൻഷുറൻസ് ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റോക്ക് അല്ലേ, ലൈഫ് ഇൻഷുറൻസ് കമ്പനി അല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ ഓക്കെ, LICയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ LIC സ്റ്റോക്കിൽ നിങ്ങൾ ഡിവിഡന്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾ ഡിവിഡന്റിന് വേണ്ടി ചോദിക്കുമ്പോൾ SIP ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക, അത് വേറെ വിഷയം. ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരായാലും ശരി ബൈ ചെയ്ത് പ്രോഫിറ്റ് തരണം. എങ്കിൽ മാത്രമേ ടെക്നിക്കലി അപ് ട്രെൻഡ് മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടൂ അല്ലേ. അപ്പൊ ഇതിവിടെ കുറെ കാലം ആരെങ്കിലും ഇവിടുന്നായിരിക്കും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളത്? നിങ്ങളുടെ പൈസ താഴെ പോകും. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് വെക്കണം, ടെക്നിക്കൽ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത്രയാണ് ഇവിടുന്ന് മേടിച്ച ആളുകൾ ഇവിടെ ലോസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതൊരു നല്ലൊരു സ്റ്റോക്ക് ആണെങ്കിൽ പോലും അത് സംഭവിക്കും. ഇപ്പൊ ഏഷ്യൻ പെയിന്റ് എന്താ സൂപ്പർ സ്റ്റോക്ക് ആണ് അല്ലെ? പ്രീമിയം ലാർജ് പറക്കുന്ന സ്റ്റോക്കാണ്. അത് എന്താ സംഭവിക്കുന്നത്? താഴോട്ടാണ് പോകുന്നത്. ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇത് ക്യാൻഫിൻ ഹോം എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇവിടെ നിങ്ങൾ സപ്പോസ് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലോസിൽ വിൽക്കേണ്ടി വന്നേനെ. ഇതൊക്കെ നമുക്ക് അറിയുന്നത് ബാലാജി. ഇത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മയില്ല. ഇതാണ് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു സ്റ്റോക്കാണത്. ബാലാജി NME എന്താണ് അതിന്റെ പേര്? ഓക്കെ. ഇത് എത്ര വർഷമായിട്ടാണ് കറക്ഷനിൽ? 1, 2, 3, 4 വർഷം. അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല. 4 വർഷമായിട്ട് അത് കറക്ഷനിലാണ്. പിന്നെന്താണ് മസ്റ്റാഗ് നമ്മൾ പറഞ്ഞു 1, 2, 3, 4 വർഷമായിട്ട് റേഞ്ച് ബോണ്ടിലാണ്. പിന്നെന്താണ്? ഇത് 1 വർഷമായിട്ട് കറക്ഷനിലാണ്. ഓക്കെ. ഇതേതായിരുന്നു? KNR കൺസ്ട്രക്ഷൻ. ഇത് 1, 2, 3, 4 വർഷമായിട്ട് റേഞ്ച് ബോണ്ടാണ്. രത്നമണി 2 വർഷമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ്. IGL ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഇത് അടിപൊളി സ്റ്റോക്കാണ്. പക്ഷെ എന്താണ്? 1, 2, 3, 4, 5 വർഷമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? 5 വർഷം, 5 മാസമോ 5 ദിവസമോ അല്ല, 5 വർഷമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ സപ്പോസ് നിങ്ങൾ ഇത് ട്രേഡ് പർപ്പസിന് മേടിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇത് ഇവിടെ തന്നെ കാണാം. ഒരു വർഷത്തെ ഇതാ ഇമ്പൾസ് കറക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. 1, 2, 3, 4, 5. ഓക്കെ. അതിനുശേഷം ABC എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ താഴോട്ട് വരും. എന്നിട്ടാണ് വീണ്ടും മുകളിൽ പോവുക. അപ്പൊ ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണാൻ പറ്റില്ല. അപ്പൊ വേവ് തിയറി ഉണ്ട് എന്നുള്ളത് ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ ചാർട്ടുകൾ ഡെയിലി എടുത്ത് വെച്ച് നോക്കുക. അതിനാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കുക എന്നുള്ള, പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള. നിങ്ങളുടെ ഡിസിഷനിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പക്ഷെ ഈ ഒരിക്കലും റാൻഡംലി നിങ്ങൾക്ക് ഇനി അങ്ങനെ കിട്ടുകയല്ല. ഇനി അതിനെക്കൊണ്ടൊരു സമാധാനമുണ്ട്. സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ മേടിച്ച 90% ആളുകൾ ഇപ്പോഴും ട്രാപ്പിലായിട്ട് പഠിച്ചിരിക്കുന്ന ആളുകൾ ഇനി കയറിപ്പോവാതെ രക്ഷയില്ല. കാരണം അവർ അന്ന് സ്റ്റോപ്പ് ലോസ് ഇട്ട് മേടിച്ചാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഇട്ടായി അവരുടെ ട്രേഡിൽ നിന്ന് പുറത്തായേനെ. പക്ഷെ ഇപ്പൊ എന്താണ്? ഒരുപാട് ലോസായി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സ്റ്റുഡൻസിൽ പ്രീമിയം പ്രൈസ് ആക്ഷൻസിന്റെ
ട്രെയിനിങ്ങിന്റെ അല്ലെ ഹെഡ്ജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ പുതുതായി നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് ആളുകൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് എന്ത് തരം ഹാബിറ്റ്സ് ആണ്? നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ടെക്നിക്കൽ പഠിച്ചാലും ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുമ്പോൾ ആ മൈൻഡ് സെറ്റേ വേറെയാണ്. സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾ ക്യാഷ് ആൻഡ് ക്യാരിയിൽ എടുത്തു കഴിഞ്ഞാലും ഒന്നാമത് അറിയാതെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് താഴോട്ട് പോകുന്നത്. ക്യാഷ് ആൻഡ് ക്യാരി എടുത്തു കഴിഞ്ഞാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. 1, 2, 3, 4, 5 വർഷമായിട്ട് ഈ സ്റ്റോക്ക് IGL എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് കറക്ഷനിലാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ ഇപ്പൊ ഏതാ കാണുന്നത്? പ്രാൽ ഇൻഡസ്ട്രി. ഇതൊക്കെ ആരോ ചോദിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രീസ് ഒക്കെ ഒരു വർഷം കറക്ഷനിലാണ്. ഇതിപ്പോ എന്താ കാണാൻ പറ്റും നമുക്ക്? 1, 2, 3, 4, 5. 5ന്റെ അവിടെ മന്ത്ലി പോയി കഴിഞ്ഞാൽ അത് വർഷത്തിന്റെ കണക്കാണ്. പിന്നെന്താണ്? ജൂപ്പിറ്റർ വാഗൺ. അത് ഇതാരോ ചോദിച്ചതാണ്. അവസാനം നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്ന എന്താണ്? 1, 2, 3, 4 ഓക്കെ. 4ന് ശേഷം ഒരു വർഷം അപ് ട്രെൻഡ് പോയി. അതിനുശേഷം എന്താണ്? 1, 2, 3, 4. 4 വർഷമായിട്ട് ഇത് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ 20 വർഷം മുതലുള്ള ഏതായിരുന്നു നമ്മളത് കണ്ടത്? ഇതൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ കേട്ടോ. ഇതുപോലെ എല്ലാ ചാർട്ടുകളും എടുത്തു വെച്ച് നോക്കുക. നിങ്ങൾ സെൽഫായിട്ട് സ്റ്റഡി ചെയ്യുക. സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം സുഹൃത്തുക്കളെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. നമ്മൾ ഡെയിലി കാണാറുണ്ട് എല്ലാവർക്കും ട്രേഡിങ്ങിൽ നഷ്ടമാണ്. അത് FNO ട്രേഡിങ്ങിലാണ്, ഒരിക്കലല്ല. ഇവിടെ ഈ ക്യാൻഡൽസിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ എല്ലാ ട്രേഡിങ്ങിലും ചാർട്ടിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ FNOയിലെ എല്ലാ ട്രേഡിങ്ങിലും നഷ്ടമാണ്. ഇത് ഒരു സെക്കൻഡിൽ ഇതുപോലെയാണ് സംഭവിക്കുക. ഒരു സെക്കൻഡിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി ഇറങ്ങി പോകും. അപ്പൊ നിങ്ങൾ FNOയിൽ ബാങ്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും FNO ചെയ്യുകയാണെങ്കിലും നമുക്ക് നഷ്ടം വരും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഏതൊരു വലിയ കറക്ഷനുള്ള സ്റ്റോക്ക് ഉണ്ട്, ഏതൊരു സ്റ്റോക്കിലായാലും ശരി, പ്രൈസ് ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് 100% നഷ്ടം വരുന്നുള്ള ഇതാണ് വലിയ കറക്ഷനുള്ള സ്റ്റോക്ക്. രാജേഷ് എക്സ്പോ ഇത്രയും വർഷമായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വർഷത്തോളമായിട്ട് ഇത് കറക്ഷൻ. ഇത് ഒരുപാട് സ്റ്റോക്കുകളിൽ ഇത് ഞാൻ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന സ്റ്റോക്കുകൾ നോക്കാൻ വേണ്ടി തന്ന സ്റ്റോക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമുക്ക് അതിന് ടൈമില്ല മറ്റുള്ളത്. അപ്പൊ അത് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് എഡ്ജ് ഗ്രൂപ്പിന് ഡിലീറ്റ് ചെയ്ത് വാച്ച് ലിസ്റ്റ് ഇട്ട് കാണിച്ചു തരാണ്. അപ്പൊ എന്താണ് ഞാനിവിടെ ടോട്ടലായിട്ട് പറഞ്ഞു വരുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര സിംപ്ലിസിറ്റി ഉള്ള കാര്യമല്ല. നിങ്ങൾ ട്രേഡ് ചെയ്യാം, എല്ലാവർക്കും പൈസ ഉണ്ടാക്കാം. അതൊന്നും ഒരു എന്താ പറയാ നടക്കാത്ത കാര്യമല്ല. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ മുമ്പൊക്കെ ചെയ്തിരുന്ന പല പല ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ അവിടെ തന്നെ വരക്കുന്ന ആളുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അവർ തരുന്ന കോഴ്സ് അവരിപ്പോ തരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ കാണാറില്ല. ഒരു മണിയിൽ ഞാനിപ്പോ ഉണ്ട്. പക്ഷെ ഞാൻ ആക്റ്റീവ് അല്ല. ഇനിയിപ്പോ ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഞാൻ തരുന്നതായാലും ശരി, അവിടെ നിങ്ങളേതായ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വെച്ചിട്ട് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുക, മറ്റൊരാളെ കോൾസിൽ അല്ലെ. അപ്പൊ അവിടെ ഒരു ചാർട്ടിന്റെ ബേസ് നോക്കണമെങ്കിൽ നിങ്ങൾ ക്യാൻഡൽസുകളെ കുറിച്ച് പഠിക്കണം. ഇല്ലെങ്കിൽ എന്താ അവസ്ഥ? നമ്മുടെ രാജേഷ് എക്സ്പോർട്ടിലൊക്കെ എത്രയോ ആളുകൾ ആ ഗ്രൂപ്പ് കുടുങ്ങിയിട്ടുണ്ട്. കാരണം അത് കൊടുത്ത ആളുകൾ ഇങ്ങനെ, അതായത് താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഡെയിലി അയച്ചിട്ട് ചോദിക്കും, ഇത് അങ്ങോട്ടാ പോകുന്നത്, ഇതെന്താ ചെയ്യുക, എന്താ ചെയ്യുക. അവർക്കെന്തും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈസ നമ്മുടെ പോയി എന്നല്ലാതെ. അത് നിങ്ങൾ വിൽക്കാതെ സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, ടെക്നിക്കൽ പഠിച്ചിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ടെക്നിക്കൽ പഠിക്കുമ്പോൾ തന്നെ എവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്? ഓരോ ക്യാൻഡൽസിനും ബോഡി വിക്ക്, സിംഗിൾ, ഡബിൾ, അതനുസരിച്ചിട്ട് ബോഡി വിക്കിൽ ക്യാൻഡൽസിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ഇനി നിങ്ങൾ വേവ പഠിക്കുന്നെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. ആ സ്റ്റോപ്പ് ലോസ് അടിസ്ഥാനത്തിൽ മാത്രം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ട്രേഡ് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടമാണ്. ഒരിക്കലും അത് തലയിലേറ്റരുത്. ആ കമ്പനിന്റെ മൊത്തം എടുത്ത് വെച്ചുകൊണ്ട് 10 ലക്ഷം 20 ലക്ഷം മൈനസിലോട്ട് കളയരുത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെല്ലാണ്. അപ്പൊ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ കല്ല് കൊല്ലി. ആ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അടുത്ത് ട്രേഡ് ചെയ്യാലോ. അപ്പൊ നിങ്ങളിങ്ങനെ മേടിച്ച് വെക്കുന്ന ഒരു രീതി നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ കാണാം. അത് വർഷങ്ങളായിട്ട് താഴോട്ട് പോകുന്ന സ്റ്റോക്ക് ആവറേജ് കൂടെ ചെയ്യുക. വേറെ രസം, നിങ്ങള് ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ ആവറേജ് ചെയ്യാനായോ എന്ന് ചോദിച്ചിട്ട് ചോദിക്കും. അപ്പൊ ഇവര് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇവർ ചെയ്യുന്നത് ഡിവിഡന്റ് വേണ്ടിയിട്ട്, അതോ ഇവര് ട്രേഡ് ആണോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ വികൃതമായ ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ കണ്ടിട്ടുണ്ട്. അവർ കാത്തിരുന്ന് ചോദിക്കുകയാണ് അങ്ങോട്ട്. 1 ലക്ഷം രൂപക്ക് മേടിച്ചിട്ട് 3 ലക്ഷം ഉണ്ടാവും. അതിന് ആദ്യം 1 ലക്ഷത്തിന് മേടിക്കൂ. എന്നിട്ട് വർഷങ്ങളോളം താഴോട്ട് പോകുന്ന സ്റ്റോക്കിൽ പിന്നെ ഇങ്ങനെ ആവറേജ് ചെയ്ത് പോവുക. എന്നിട്ട് അവസാനം പൈസ തീർന്നു പറയുന്നത്. അതൊക്കെ അവിടെ തമാശയാണ്. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ അറിയാത്ത ആളുകളുടെ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ പോയി നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ലംസം ക്യാപിറ്റലിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ 1 ലക്ഷം രൂപക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 2%, അതായത് 2000 രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 5% ടാർഗറ്റ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 3%, 1:3, 4, 5 എങ്ങനെയാണോ നിങ്ങൾ ആ തന്നെ അവിടെ നമ്മൾ പഠിക്കുന്ന ടെക്നിക്കൽ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അത് പ്രോപ്പറായിട്ട് വെച്ചുകൊണ്ട് ചെയ്യുക. ഇത് കച്ചവടമാണ്. ഇവിടെ പൈസ 1 ലക്ഷം അതിന്റെ അകത്ത് പെട്ടുപോയാൽ നിങ്ങൾ വാങ്ങിയ അവിടെ വെച്ച് അങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ 1 ലക്ഷം കഴിഞ്ഞില്ലേ. പിന്നെ നമ്മുടെ അടുത്ത് ഇത്ര കാര്യം പൈസ ഉണ്ട്. ഞാൻ പറയുന്നത് തീർച്ചയായും ഞാൻ എന്നെ കേൾക്കുന്ന സാധാരണക്കാരാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് 1 ലക്ഷമോ 5 ലക്ഷമോ ഉണ്ടാവും അല്ലെ. ആ 5 ലക്ഷം എവിടെയെങ്കിലും സ്റ്റോക്ക് കുടുങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ?
അപ്പൊ സ്റ്റോപ്പ് ലോസ് പഠിച്ചാൽ മാത്രമേ കിട്ടുന്ന ഡയറക്ഷൻ മനസ്സിലാവുള്ളൂ. ഇത് അങ്ങോട്ട് പോകും തിരിയണ്ടേ? എന്നാലേ നമുക്ക് ബൈയും സെല്ലും ഒക്കെ ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റൂ. അപ്പൊ പഠിച്ചുകൊണ്ട് ഡയറക്ഷനില് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഒരാളെ റെക്കമെൻഡേഷനിലും സ്വന്തം പൈസ വെച്ച് ട്രേഡ് എടുക്കാതിരിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ട്രാപ്പ് ഓഫ് കറക്ഷൻ. വ്യക്തമായി ഇത് കുറച്ച് ചാർട്ടേ ആയിട്ടുള്ളൂ. ഇതിൽ തന്നെ 13, 15 വർഷം നമ്മള് റെക്റ്റിന്റെ അടിയിൽ നിന്നിട്ടില്ലേ? അതുപോലെ മോളിൽ നിൽക്കുന്നു. ഇപ്പൊ രാജേഷ് എക്സ്പോ നിങ്ങൾ കാണുന്നുണ്ട്. IEX നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊന്നും കളവല്ല. വ്യക്തി പ്രൂഫാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് കമന്റിലൂടെയോ പബ്ലിക് ഗ്രൂപ്പിലോ ഒക്കെ ചോദിക്കുക. നിങ്ങൾ പഠിക്കാതെ ചെയ്തതെന്ന് പറയുന്നത് 100% ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളുടെ കയ്യിൽ പോലും സ്റ്റോക്ക് ഉണ്ടാവും അല്ലെ? നിങ്ങൾ ആരോടും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്തിനാ അതിന്റെ ആവശ്യം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെയിപ്പോ നിങ്ങൾക്ക് പഠിച്ച് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ടെക്നിക്കൽ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ഒരിക്കലും പൈസ കൊണ്ടുപോയിട്ട് ട്രേഡിങ്ങിൽ സ്റ്റോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ലോക്കാവും. കാരണം എന്താ? നിങ്ങൾക്ക് അറിയില്ല ഇത് എങ്ങോട്ടാ പോവാ? വേവ്സിലാണോ പോകുന്നത്? മാസ്റ്റേഴ്സിലാണോ പോകുന്നത്? ടെക്നിക്കൽ കാൻഡൽസ് കറക്ഷൻ ആണോ വരുന്നത്? എന്താണെന്നുള്ള അറിയില്ല. എത്രാമത്തെ വേവ് ആണ്? എത്രാമത്തെ കറക്ഷൻ ആണെന്നുള്ള അറിയില്ല. പ്രൈസ് വേസ് കറക്ഷനോ ടൈം വേസ് കറക്ഷൻ ആണോന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന ടെക്നിക്കൽ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതെന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാരണം 90% ആളുകളും ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്കുകൾ കയ്യിൽ വാങ്ങി വെച്ച് വിത്തൗട്ട് സ്റ്റോപ്പ് ലോസ് ആരതോ റെക്കമെൻഡേഷൻ അയാൾക്ക് ടെക്നിക്കൽ അറിയോ ഇല്ലേ അയാൾ ഞാൻ വരച്ചു പഠിക്കുകയാണെന്ന് പറയാം അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണ് അവിടെ ഗ്രൂപ്പ് പറയല്. അങ്ങനത്തെ സ്റ്റോക്കുകൾ വാങ്ങി വെച്ചുകൊണ്ട് എന്ത് കോൺഫിഡൻസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെ? നമ്മൾ അധ്വാനിച്ച പൈസയാണ്. ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് വെക്കാതെ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ടെക്നിക്കൽ പഠിക്കാതെ ട്രേഡ് ചെയ്യരുത്. പഠിപ്പിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ആളുകൾ വേറെ രീതിയിൽ ചിന്തിക്കും. ഒരിക്കലുമല്ല നിങ്ങൾക്ക് എവിടുന്നാലും പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടം എവിടുന്നാണോ പഠിച്ചുകൊണ്ട് മാത്രം ചെയ്താലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതൊന്നാമത്തെ. ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെയ്യരുത്. പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സ്റ്റോപ്പ് ലോസ് മസ്റ്റാണ് ട്രേഡിങ്ങിൽ. അതാണ് നിങ്ങളുടെ എന്താ പറയാ റിസ്ക് റിവാർഡ് എന്നാണ് പറയാ. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് പഠിക്കണം. തീർച്ചയായിട്ടും അത് മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.